കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിന് മഹത്വം. കഴിഞ്ഞ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളോട് പങ്കുവച്ചതായിരിക്കുന്ന കാര്യം എബ്രായ ലേഖനം 11 അധ്യായത്തിൻ്റെ 40-ാമത്തെ വാക്യമാണ്. ആ വാക്യത്തെക്കുറിച്ചാണ് നമ്മൾ പറഞ്ഞു വന്നത്. അവർ നമ്മെ കൂടാതെ രക്ഷാപൂർത്തി പ്രാപിക്കാതിരിക്കേണ്ടതിന് ദൈവം നമുക്ക് വേണ്ടി ഏറ്റവും നല്ലതൊന്ന് കരുതിയിരിക്കുന്നു എന്നുള്ളതായിരിക്കുന്ന വാക്യമാണ്. അപ്പോൾ ഇതിലെ വിഷയം എന്ന് പറയുന്നത് അവർ ആരാണ്, നമ്മളാരാണ്, ഈ രക്ഷാപൂർത്തി എന്ന് പറയുന്നത് എന്താണ് എന്നുള്ളതായിരിക്കുന്ന ഒരു കാര്യമാണ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിലൂടെ നമ്മൾ ചിന്തിച്ചത്. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിലൂടെ ഞാൻ പറഞ്ഞ ഒരു കാര്യം, ഇത് എബ്രായ വിശ്വാസികൾക്ക് എഴുതിയ ലേഖനമാണ് എന്നുള്ളത് ഞാൻ പറഞ്ഞായിരുന്നു. എബ്രായ വിശ്വാസികൾക്ക് എന്ന് പറഞ്ഞാൽ കർത്താവായ യേശുക്രിസ്തു ഭൂമിയിൽ വന്ന് പ്രസംഗിക്കപ്പെട്ടതായിരിക്കുന്ന ആ സ്വർഗരാജ്യത്തിൻ്റെ കിങ്ഡം ഗോസ്പലിലെ വിശ്വസിച്ചവരായിരിക്കുന്നവർക്ക് വേണ്ടിയിട്ട് എഴുതപ്പെട്ടതായിരിക്കുന്ന ലേഖനമാണിത്. അതുകൊണ്ട് അവരോട് പറഞ്ഞതാണ് എന്നുള്ളതായിരിക്കുന്ന കാര്യം ഞാൻ നിങ്ങളോട് പറഞ്ഞു. നമ്മളോട് പറഞ്ഞതായിരിക്കുന്ന ഒരു കാര്യമല്ല. മഹാപീഡന കാലഘട്ടത്തിലും സഹസ്രാബ്ദ കാലഘട്ടത്തിലും അതുകൊണ്ട് തന്നെ ഈ ലേഖനം പ്രസക്തമാണ്. അവിടെയും ഈ ലേഖനം വായിക്കപ്പെടും. മഹാപീഡന കാലഘട്ടത്തിൽ യഹൂദന്മാരിൽ നിന്ന് വിശ്വസിച്ച് വരുന്നവരുടെ ഇടയിലും ഇത് വായിക്കപ്പെടും. അതുപോലെ തന്നെ സഹസ്രാബ്ദ വാഴ്ചയിലും ഈ ലേഖനത്തിന് വളരെ പ്രസക്തിയുണ്ട് എന്നുള്ള കാര്യം നമ്മൾ ചിന്തിക്കുകയുണ്ടായി. അപ്പം ഇത് ബോഡി ഓഫ് ക്രൈസ്റ്റിലെ വിശ്വാസികളായിരിക്കുന്ന, അതായത് നമ്മളോട് പറഞ്ഞതായിരിക്കുന്ന ഒരു കാര്യമല്ല എന്ന് ഞാൻ അതിനെക്കുറിച്ച് കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങളോട് പറഞ്ഞു. അപ്പോൾ ഇത് നമ്മൾ മനസ്സിലാക്കാനായിട്ട് ഞാൻ ഈ വീഡിയോയിലൂടെ ഈ വിഷയം പറഞ്ഞു തീർക്കാം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഇത് നമ്മൾ മനസ്സിലാക്കാനായിട്ട് നമ്മളെന്ത് ചെയ്യണമെന്ന് വെച്ചാൽ യഹൂദനെ മൂന്നായിട്ട് തരംതിരിക്കണം. ഞാൻ ഒരു 2-3-4 മാസങ്ങൾക്ക് മുമ്പ് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. യഹൂദിനെ മൂന്നായിട്ട് തരംതിരിച്ചുകൊണ്ട് ഉള്ളതായിരിക്കുന്ന ഒരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്. കാണാത്തവരെ ഇത് കാണണം. അപ്പോൾ യഹൂദിനെ മൂന്നായി തരംതിരിച്ച് പഠിച്ചാൽ നമ്മൾക്ക് ഈ പറഞ്ഞിരിക്കുന്ന വാക്യ ശകലത്തിലെ കാര്യങ്ങൾ എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കിയുള്ളൂ. എങ്ങനെ യഹൂദിനെ മൂന്നായിട്ട് തരംതിരിക്കുന്നത്? ഒന്നാമത്തത്, കർത്താവായ യേശു ക്രിസ്തു ഈ ഭൂമിയിൽ വരുന്നതിന് മുമ്പേ, മനുഷ്യനായി വരുന്നതിന് മുമ്പേ ഉള്ളതായിരിക്കുന്ന പഴയ നിയമ യഹൂദന്മാർ, പഴയ നിയമ വിശുദ്ധന്മാർന്നോ പഴയ നിയമ യഹൂദന്മാർന്നോ ഒക്കെ നമുക്ക് അവരെ ഒന്നാമത്തെ ഒരു ഭാഗമായിട്ട് നമുക്ക് വേർതിരിക്കാം. രണ്ടാമത്തെ കൂട്ടരെന്ന് പറഞ്ഞാൽ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ഭൂമിയിൽ വന്നതിന് ശേഷം 3.5 വർഷത്തെ പ്രവർത്തന കാലഘട്ടങ്ങളിൽ കർത്താവായ യേശുവിനെ കണ്ടും കേട്ടും വിശ്വസിച്ചവരായിരിക്കുന്നവരുടെ കൂട്ടം, ആ യഹൂദന്മാരുടെ ഒരു കൂട്ടം. അത് രണ്ടാമത്തത്. ഇനി മൂന്നാമത്തെ ഒരു കൂട്ടം എന്ന് പറഞ്ഞാൽ അപ്പോസ്തലനായിരിക്കുന്ന പൗലോസിലൂടെ കൃപയുടെ സുവിശേഷം ലോകത്തിൽ വ്യാപിച്ചിട്ട് ആ കൃപയുടെ സുവിശേഷത്തിൽ വിശ്വസിച്ചവരായിരിക്കുന്ന, അതായത് അറിയാമല്ലോ, നടുച്ചുവർ ഇടിച്ച് കളഞ്ഞ് ഇരുപക്ഷത്തെയും ഒന്നാക്കി ചേർത്ത ആ വിഭാഗത്തിൽപ്പെടുന്ന യഹൂദന്മാരുടെ മൂന്നാമത്തെ ഒരു ഗ്രൂപ്പ്. ഇങ്ങനെ 3 തരംതിരിവുകളിലൂടെ യഹൂദനെക്കുറിച്ച് പഠിച്ചെങ്കിൽ നമുക്ക് ഇതിൻ്റെ യഥാർത്ഥമായിരിക്കുന്ന കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ട് പറ്റുകയുള്ളൂ എന്ന് ഞാൻ ആദ്യമേ നിങ്ങളോട് പറയട്ടെ. ഇതിലെ ഒന്നാമത്തെ കൂട്ടരെയാണ് അവർ എന്ന് പറഞ്ഞിരിക്കുന്നത്. അതായത് ഇതിലെ ഒന്നാമത്തെ കൂട്ടരില്ലേ, ആ ഒന്നാമത്തെ കൂട്ടർ, അവർ നമ്മെ കൂടാതെ രക്ഷാപൂർത്തി പ്രാപിക്കാതിരിക്കേണ്ടതിന് ദൈവം നമുക്ക് വേണ്ടി ഏറ്റവും നല്ലതെന്ന് മുൻകരുതി. അപ്പോൾ അവരാരാണെന്ന് ചോദിച്ചാൽ അതിൻ്റെ മേലെ ഭാഗത്ത് പറഞ്ഞിരിക്കുന്ന ആ പഴയ നിയമ വിശുദ്ധന്മാർ, യഹൂദന്മാരുടെ വിശുദ്ധന്മാർ, പഴയ നിയമ യഹൂദന്മാരുടെ വിശുദ്ധന്മാരാണ് അവർ എന്നുള്ളത് വളരെ വ്യക്തമാണ്. ഇതിലെ ഞാനിതിനെ 3ആയിട്ട് തരംതിരിച്ചല്ലോ. ഈ രണ്ടാമത് എനിക്ക് പറയാനുള്ളത്, ഈ പൗലോസിൻ്റെ ശുശ്രൂഷയാൽ ബോഡി ഓഫ് ക്രൈസ്റ്റിൻ്റെ, കർത്താവിൻ്റെ ശരീരമാകുന്ന സഭയുടെ ഭാഗമായി വന്നവരായിരിക്കുന്ന യഹൂദന്മാർക്ക് ഈ ലേഖനവുമായിട്ട് യാതൊരു ബന്ധവും ഇല്ല. അത് മനസ്സിലാക്കണം. അവർക്ക് പഠിക്കാനും അവർക്ക് ഗുണദോഷത്തിനായിട്ടും കൊടുത്തിരിക്കുന്ന ലേഖനങ്ങൾ എന്ന് പറഞ്ഞാൽ പൗലോസിൻ്റെ 13 ലേഖനങ്ങളാണ്. അവരും നമ്മളും തമ്മിൽ യാതൊരു വ്യത്യാസവുമില്ല. അവരും ഒന്നാണ്. അപ്പോൾ അവർക്ക്, അതായത് ബോഡി ഓഫ് ക്രൈസ്റ്റിൻ്റെ ഭാഗമായിരിക്കുന്ന, നടിച്ചുവർ ഇടിച്ചു കളഞ്ഞ് ഒന്നാക്കി ചേർത്തായിരിക്കുന്ന ആ ഗണത്തിന് ഈ എബ്രായ ലേഖനം ബാധകമല്ല എന്നുള്ളതായിരിക്കുന്ന കാര്യം ഞാൻ നിങ്ങളോട് പറയട്ടെ. പിന്നെ നമുക്ക് ഏറ്റവും മുഖ്യമായിട്ട് ഇതിനകത്ത് പഠിക്കാനുള്ളതായിരിക്കുന്ന വിഷയം എന്ന് പറഞ്ഞാൽ യഹൂദന്മാരിലെ 3 കൂട്ടങ്ങളിൽ രണ്ടാമത്തെ കൂട്ടമാണ്. ആ രണ്ടാമത്തെ കൂട്ടം എന്ന് പറയുന്ന ആരാണ്? കർത്താവിൻ്റെ പരസ്യ ശുശ്രൂഷ കാലത്ത് കർത്താവിനെ കണ്ടും കർത്താവിൽ നിന്ന് കേട്ടും കർത്താവിൽ വിശ്വസിച്ചവരായിരിക്കുന്നവരുടെ ആ ഗണത്തിനാണ് ഈ എബ്രായ ലേഖനം എഴുതിയത് എന്നുള്ളത് മനസ്സിലാക്കണം. എല്ലാവരും കണ്ടവരാണോ എന്ന് ചോദിച്ചാൽ എല്ലാവരും കണ്ടവരല്ല കേട്ടോ. 12 അപ്പോസ്തലന്മാരുടെ ശുശ്രൂഷയാൽ രൂപം കൊണ്ടതായിരിക്കുന്ന
ആ കിങ്ഡം ഗോസ്പലിൽ വിശ്വസിച്ചായിരിക്കുന്ന യഹൂദന്മാരുടെ കൂട്ടം. അപ്പോൾ അതിനകത്ത് കണ്ടവരുണ്ട്, കർത്താവിനോട് നേരിട്ട് രോഗസൗഖ്യം പ്രാപിച്ചവരുണ്ടാകാം, കർത്താവിൻ്റെ ഉപദേശങ്ങൾ നേരിട്ട് കേട്ടവരുണ്ടാകാം. എന്നാൽ അതിനുശേഷം കർത്താവ് സ്വർഗാരോഹണം ചെയ്തതിന് ശേഷം അപ്പോസ്തലന്മാരുടെ മേൽ പരിശുദ്ധാത്മാവ് വന്ന് അപ്പോസ്തലന്മാരാൽ പ്രസംഗിക്കപ്പെട്ടപ്പോൾ, കിങ്ഡം ഗോസ്പൽ പ്രസംഗിക്കപ്പെട്ടപ്പോൾ വിശ്വസിച്ച് അംഗീകരിച്ചവരുടെ ഗ്രൂപ്പും എവിടെയുണ്ട്? ഈ പറയുന്നതായിരിക്കുന്ന യഹൂദന്മാരുടെ രണ്ടാമത്തെ ഗ്രൂപ്പിലുണ്ട്. അവരെ ഫോക്കസ് ചെയ്തുകൊണ്ടാണ് എബ്രായ ലേഖനം എഴുതിയിരിക്കുന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ഈ രണ്ടാമത്തെ കൂട്ടരെ ബൈബിളിൽ എന്തെന്നാണ് വിളിച്ചിരിക്കുന്നത് അറിയാമോ? ഞാൻ അധികം വിശദീകരണത്തിലേക്ക് പോകാതെ പെട്ടെന്ന് കാര്യം പറയട്ടെ, ഇല്ലെങ്കിൽ ദൈർഘ്യം കൂടി പോകും വീഡിയോയുടെ, അത് പേടിച്ചിട്ടാണ്. ഈ രണ്ടാമത്തെ കൂട്ടരെ കുറിച്ച്, അപ്പോൾ ഒന്നാമത്തെ കൂട്ടരെ മാറ്റി നിർത്തി പഴയ നിയമവിശുദ്ധന്മാർ, മൂന്നാമത്തെ കൂട്ടരെ ഞാൻ പറഞ്ഞു ബോഡി ഓഫ് ക്രൈസ്റ്റിൽ ഭാഗമായ യഹൂദന്മാർ. അപ്പോൾ ഇത് രണ്ടും ഈ എബ്രായ ലേഖനമായിട്ട് ഈ രണ്ട് കൂട്ടർക്കും വലിയ കാര്യമായിട്ട് ബന്ധമൊന്നുമില്ല, കാര്യമായിട്ട് നല്ല ബന്ധം തന്നെ ഇല്ല. എന്നല്ല, അപ്പോൾ ഇതിൻ്റെ നടുവിലുള്ള ആ രണ്ടാമത്തെ കൂട്ടർ എന്ന് പറഞ്ഞാൽ കർത്താവായ യേശു ക്രിസ്തുവിൽ നിന്ന് കേട്ടും കണ്ടും പഠിച്ചവരും അപ്പോസ്തലന്മാർ 12 അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ട് വിശ്വാസത്തിലേക്ക് വന്ന ആയിരങ്ങൾ പതിനായിരങ്ങൾ കണക്കിനുള്ളായിരിക്കുന്ന യഹൂദ വിശ്വാസികൾ, കിങ്ഡം ഗോസ്പലിൽ വിശ്വസിച്ചായിരിക്കുന്ന യഹൂദ വിശ്വാസികളെയാണ് ഈ ലേഖനം സംബോധന ചെയ്യുന്നതെന്ന് പറയുന്നു. ഞാൻ പറഞ്ഞുവല്ലോ, അത് നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. ഓക്കെ, അപ്പോൾ ഈ രണ്ടാമത്തെ കൂട്ടരെ വിളിച്ചിരിക്കുന്നത് ബൈബിളിൽ എന്തെന്നറിയാവോ? കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മണവാട്ടി എന്നാണ്. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മണവാട്ടി എന്നാണ്. മാത്രമല്ല പിന്നെ എന്താണ്, യാക്കോബിൻ്റെ ലേഖനത്തിൽ ഇവരെ വിളിച്ചിരിക്കുന്നത് ഒരു തരം ആദ്യ ഫലം എന്നാണ്. ഒരു തരം ആദ്യ ഫലം. ഞാൻ ആദ്യത്തെ ആ വാക്യം ഒന്ന് വായിച്ച് കേൾപ്പിക്കാമേ. യോഹന്നാൻ 3-ാം അധ്യായത്തിൻ്റെ 29-ാമത്തെ വാക്യം. 3-ാം അധ്യായത്തിൻ്റെ 29-ാം വാക്യം. മണവാട്ടി ഉള്ളവൻ മണവാളനാകുന്നു, മണവാളൻ്റെ സ്നേഹിതനോ നിന്ന് മണവാളൻ്റെ സ്വരം കേട്ടിട്ട് അത്യന്തം സന്തോഷിക്കുന്നു. എൻ്റെ സന്തോഷം പൂർത്തിയായിരിക്കുന്നു, അവൻ വളരണം ഞാനോ കുറയണം എന്ന് പറഞ്ഞു. അതായത് യോഹന്നാൻ സ്നാപകൻ്റെ അടുക്കൽ ചിലർ വന്നിട്ട് ചോദിച്ചു, നീയാണോ ക്രിസ്തു എന്നൊക്കെ ചോദിച്ചപ്പോൾ പറഞ്ഞു, അല്ല ഞാനല്ല ക്രിസ്തു എന്ന് പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, ആർക്കാണോ മണവാട്ടി ഉള്ളത് ആ മണവാട്ടി ഉള്ളവനാണ് മണവാളൻ എന്ന് പറഞ്ഞു. എന്നിട്ട് യോഹന്നാൻ തന്നെക്കുറിച്ച് തന്നെ പറഞ്ഞതെന്നറിയാമോ? മണവാട്ടി ഉള്ളവൻ മണവാളനാകുന്നു, മണവാളൻ്റെ സ്നേഹിതനോ, അതായത് തന്നെക്കുറിച്ച് തന്നെയാണ് പറയുന്നത്, മണവാളൻ്റെ സ്നേഹിതനായിരിക്കുന്ന ഞാനോ നിന്നിട്ട് മണവാളൻ്റെ സ്വരം കേട്ട് അത്യന്തം സന്തോഷിക്കുന്നു എന്ന് പറഞ്ഞു. പിന്നെ പറഞ്ഞു, അവനോ വളരണം ഞാനോ കുറയണം എന്ന് പറഞ്ഞു. അപ്പോൾ മണവാട്ടി എന്ന് പറഞ്ഞിരിക്കുന്ന ആ ഒരു ഗ്രൂപ്പാണ് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ഒന്നാമത്തെ മനുഷ്യാവതാരത്തിൽ വിശ്വസിച്ചവരുടെ കൂട്ടത്തെയാണ് ഈ മണവാട്ടി, യഹൂദന്മാരുടെ കൂട്ടത്തെയാണ്, നമ്മളെ അല്ലാട്ടോ, യഹൂദന്മാരുടെ കൂട്ടത്തെയാണ് ഈ മണവാട്ടി എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇന്ന് ലോകത്തിൽ അനേകർ പറയുന്നത് മണവാട്ടി, ക്രിസ്ത്യാനികളെല്ലാം പറയുന്നത് ഞങ്ങൾ ക്രിസ്തുവിൻ്റെ മണവാട്ടിയാണെന്നാണ്. ഇവരെന്നാ യഹൂദന്മാരായത് ഈ മണവാട്ടി ആകാൻ വേണ്ടി എന്നുള്ളത് എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പം നമ്മളല്ല മണവാട്ടി, ആ കർത്താവിനെ നേരിട്ട് വിശ്വസിച്ച യഹൂദന്മാരുടെ ഗ്രൂപ്പിനെയാണ് മണവാട്ടി എന്ന് പറഞ്ഞിരിക്കുന്നതെന്ന് കാണാനായിട്ട് പറ്റും. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞല്ലോ, യാക്കോബിൻ്റെ ലേഖനത്തിൽ ഒരു വാക്യം പറയുന്നത് എങ്ങനെയാണ്? യാക്കോബിൻ്റെ ലേഖനം അതിൻ്റെ 1-ാം അധ്യായത്തിൻ്റെ 18-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു, നാം അവൻ്റെ സൃഷ്ടികളിൽ ഒരുവിധം ആദ്യ ഫലമാകേണ്ടതിന് അവൻ തൻ്റെ ഇഷ്ടം ഹേതുവായി സത്യത്തിൻ്റെ വചനത്താൽ നമ്മെ ജനിപ്പിച്ചിരിക്കുന്നു. അപ്പോൾ ഇതേ കൂട്ടരെയാണ് എബ്രായ ലേഖനം ആർക്ക് എഴുതിയോ അതേ കൂട്ടരെ അവർക്ക് തന്നെയാണ് യാക്കോബ് ലേഖനം എഴുതുന്ന, പത്രോസ് ലേഖനം എഴുതുന്നത് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ യാക്കോബ് അവരെ പറയുന്നത് നാം ഒരുവിധം ആദ്യ ഫലമാണെന്ന് അവരെക്കുറിച്ച് പറയുക. ആ രണ്ടാമത്തെ കൂട്ടം യഹൂദന്മാരെ കുറിച്ച് പറയുക, അവരൊരുവിധം ആദ്യ ഫലമാണ് എന്ന് പറയുകയാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളിൽ നിന്നൊന്ന് മനസ്സിലായാലേ, ഈ അവർ ആരാണെന്ന് മനസ്സിലായി, നമ്മൾ ആരാണെന്ന് മനസ്സിലായി. അവർ നമ്മെ കൂടാതെ രക്ഷാപൂർത്തി പ്രാപിക്കാതിരിക്കേണ്ടതിൽ രണ്ട് ഉത്തരം കിട്ടിയില്ലേ? നമ്മൾ എന്ന് പറയുന്നത് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വരവ് മുതൽ കർത്താവിനെ പിൻഗമിച്ച ആ ലിറ്റിൽ ഫ്ലോക്ക് എന്ന് ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന ആ ചെറിയ കൂട്ടം, എന്താണ് 12 അപ്പോസ്തലന്മാരടങ്ങുന്ന ആ ചെറിയ കൂട്ടം, അവരുടെ പ്രസംഗത്താലും ഒക്കെ വിശ്വാസത്തിൽ വന്നവരുടെ കൂട്ടമാണ് ഈ നമ്മൾ എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് വേണം ഇത് പഠിക്കാൻ. അപ്പം ഞാൻ പറഞ്ഞല്ലോ, ഈ ചെറിയ കൂട്ടത്തെ നോക്കിയിട്ടാണ് മണവാട്ടി എന്ന് വിളിച്ചിരിക്കുന്നത്. ബൈബിളിലെ ശ്രദ്ധിച്ച് പഠിക്കുമ്പോൾ ഒരു കാര്യം മനസ്സിലാവും. ഇസ്രായേൽ പഴയ നിയമമൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചു. ഞാൻ അതിനെക്കുറിച്ച് മണവാട്ടി ആരാണ്, പിന്നെ നമ്മളാണോ മണവാട്ടി അതെയോ യഹൂദന്മാരാണോ മണവാട്ടി എന്ന് പറഞ്ഞിട്ട് ഞാൻ 3-4 മാസം മുമ്പ് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. അതുകൂടി കാണണേ. അതുകൂടി കാണുമ്പോൾ നിങ്ങൾക്ക് ഈ കാര്യം കൂടുതൽ മനസ്സിലാവും. ഇപ്പോൾ ഒന്നും അധികം വിശദീകരിക്കാൻ പറ്റുകയില്ലല്ലോ, അത് സമയം പോവില്ലേ, അതുകൊണ്ടാണ് കേട്ടോ. അപ്പം ഈ ഇസ്രായേലിനെ മുഴുവൻ നോക്കിയിട്ട്
കർത്താവിൻ്റെ മണവാട്ടിയെന്നും കർത്താവിൻ്റെ ഭാര്യയെന്നും കർത്താവിൻ്റെ കൺമണിയെന്നും കർത്താവിൻ്റെ പ്രിയ എന്നും കർത്താവിനെ വിവാഹം നിശ്ചയിച്ചവളെന്നും ഒക്കെ ബൈബിളിൽ പറഞ്ഞിട്ടുണ്ട്. നമ്മളെക്കുറിച്ച് അല്ലാട്ടോ പറഞ്ഞിരിക്കുന്നത്, യഹൂദന്മാരെക്കുറിച്ചാണ്. പക്ഷേ അതേ ബൈബിളിൽ തന്നെ അവരുടെ അനുസരണക്കേടും അവരുടെ അവിശ്വാസവും നിമിത്തം അന്യ ദൈവങ്ങളെ ചെന്ന് സേവിച്ചത് കൊണ്ട് ദൈവം താൽക്കാലികമായിട്ട് അവരെ ഉപേക്ഷിച്ചു എന്നും പറഞ്ഞിട്ടുണ്ട്. ആ പഴയ നിയമത്തിലെ താൽക്കാലികമായിട്ട് ആ മണവാട്ടി സ്ഥാനത്ത് നിന്ന് അവരെ ഉപേക്ഷിച്ചു, അല്ലെങ്കിൽ ഭാര്യ സ്ഥാനത്ത് നിന്ന് അവരെ നീക്കി നിർത്തി എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. ഹോശേയ പ്രവചനം 2-ാം അധ്യായത്തിന് 2-3 വാക്യം ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിക്കും. വ്യവഹരിപ്പിൻ, നിങ്ങളുടെ അമ്മയോട് വ്യവഹരിപ്പിൻ. അവൾ എൻ്റെ ഭാര്യയല്ല, ഞാൻ അവളുടെ ഭർത്താവുമല്ല. അവൾ പരസംഗം മുഖത്ത് നിന്നും വ്യഭിചാരം മുലകളുടെ നടുവിൽ നിന്നും നീക്കിക്കളയട്ടെ. അല്ലെങ്കിൽ ഞാൻ അവളെ വസ്ത്രമഴിച്ച് നഗ്നയാക്കി ജനിച്ച ദിവസത്തിലെ പോലെ നിർത്തുകയും അവളെ മരുഭൂമിയും വരണ്ട നിലവും പോലെ ആക്കി ദാഹം കൊണ്ട് മരിപ്പിക്കുകയും ചെയ്യും എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ കോപം കൊണ്ട്, കർത്താവിൻ്റെ കോപം കൊണ്ട് പറയുന്നതാണ്. ഇവന്മാരെ ഒരു മണവാട്ടിയുടെ സ്ഥാനത്തും ഭാര്യയുടെ സ്ഥാനത്തും ഒക്കെ തിരഞ്ഞെടുത്ത് നിർത്തിയിട്ട് ഇവന്മാരെ എന്ത് ചെയ്യുന്നറിയാം, ദൈവത്തെ അനുസരിക്കാതെ അന്യ ദൈവങ്ങളെ സേവിച്ച് കഴിഞ്ഞപ്പോൾ പറഞ്ഞു, നീ എൻ്റെ ഭാര്യ അല്ല, ഞാൻ നിൻ്റെ ഭർത്താവുമല്ല, ഞാൻ നിന്നെ നഗ്നയാക്കിയിട്ട് ഞാൻ ലജ്ജിതയാക്കി തീർക്കും ലോകത്തിൽ എന്ന് പറഞ്ഞു. അതൊക്കെ സംഭവിച്ചില്ലേ? അതല്ലേ കഴിഞ്ഞ കാലങ്ങളിൽ സംഭവിച്ചത്. അപ്പോൾ ആ വിധത്തിൽ ആ യഹൂദനെ മൊത്തമായിട്ട് ദൈവം തൻ്റെ ഭാര്യാസ്ഥാനത്തേക്കോ മണവാട്ടി സ്ഥാനത്തേക്കോ തൻ്റെ വിവാഹം നിശ്ചയിച്ചുള്ള സ്ഥാനത്തേക്കോ ഒക്കെ തിരഞ്ഞെടുത്തതായിരുന്നു. എന്നാൽ അവരുടെ അനുസരണക്കേട് നിമിത്തം ദൈവം അവരെ താൽക്കാലികമായിട്ട് ആ പദവിയിൽ നിന്നൊക്കെ നീക്കി നിർത്തി എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കേണ്ടി പറ്റും. എന്നിട്ട് അതേ ഹോശേയ പ്രവചനത്തിലെ 2-ാം അധ്യായത്തിൽ ഭാവി കാലത്ത് ഞാൻ അവളെ എൻ്റെ വിവാഹിതയാക്കും, ഞാൻ വിവാഹത്തിന് നിശ്ചയിക്കും, എൻ്റെ ഭാര്യയാക്കും എന്ന് ഭാവി കാലത്തെക്കുറിച്ച് നോക്കി പറഞ്ഞിരിക്കുന്ന ഇവിടെ ഇങ്ങനെ കോപത്തോടെ പറഞ്ഞു, ഞാൻ നിൻ്റെ ഭർത്താവുമല്ല, നീ എൻ്റെ ഭാര്യയുമല്ല എന്നൊക്കെ പറഞ്ഞ് തള്ളിക്കളഞ്ഞിട്ട് അതിൻ്റെ അവസാനം, അതായത് 2-ാം അധ്യായത്തിൻ്റെ 14 മുതലുള്ള വാക്യങ്ങളൊന്ന് വായിച്ചു നോക്കിയേ അറിയണമെങ്കിൽ. അതുകൊണ്ട് എന്ന് പറഞ്ഞാൽ ഞാൻ അവളെ തള്ളിക്കളഞ്ഞ് നഗ്നയും അനാവൃതയും ആക്കി ഭൂരാജാക്കന്മാരുടെ മുമ്പിൽ നിർത്തും എന്ന് പറഞ്ഞതല്ലേ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ സംഭവിച്ചേ. കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ 1948 വരെ ഇസ്രായേലിന് സംഭവിച്ചത് ആ വിധത്തിൽ തള്ളിക്കളഞ്ഞ ഒരു കാഴ്ചയല്ലേ കാണുന്നത്. എന്നിട്ട് അതിൻ്റെ 14-ാമത്തെ വാക്യത്തിലേക്ക് വന്നപ്പോൾ പറഞ്ഞു, അതുകൊണ്ട് ഞാൻ അവളെ വശീകരിച്ച് മരുഭൂമിയിൽ കൊണ്ടുവന്ന്, മരുഭൂമിയിൽ എന്ന് പറഞ്ഞാൽ ദൈവം ആ സ്വന്തം ദേശത്ത് നിന്ന് ഓടിച്ച് കളഞ്ഞവരെ, രാജ്യം പോലും അവർക്കില്ലാതെയായില്ലേ. എന്നിട്ട് അവിടെ പറയണം, അതുകൊണ്ട് ഞാൻ അവളെ വശീകരിച്ച് മരുഭൂമിയിൽ കൊണ്ടുവന്ന് അവളോട് ഹൃദ്യമായി സംസാരിക്കും. അവിടെ നിന്ന് ഞാൻ അവൾക്ക് മുന്തിരിത്തോട്ടങ്ങളെയും പ്രത്യാശയുടെ വാതിലായി ആഗോർ താഴ്വരയും കൊടുക്കും. അവളുടെ യൗവനകാലത്തിൽ എന്ന പോലെയും അവൾ മിസ്രയീം ദേശത്തു നിന്ന് പുറപ്പെട്ടു വന്ന നാളിൽ എന്ന പോലെയും വിധേയ ആകും. ഞാൻ ഇനി അവരോട് ഇടപെടും ഒരു കാലം. അത് ഈ പ്രവചനത്തിന് നിവൃത്തിയാകാൻ പോകുന്നുള്ളൂ. ഞാൻ അവരോട് ഇടപെടുമ്പോൾ അവൾ എനിക്ക് വിധേയയാകുമെന്നാണ്. അന്നാളിൽ നീ എന്നെ ബാലി എന്ന് പറഞ്ഞാൽ ഉടയവനെ എന്നല്ല, ഈശി ഭർത്താവേ എന്ന് വിളിക്കും എന്ന് യഹോവയുടെ അരുളപ്പാട്. ഞാൻ ബാൽ വിഗ്രഹങ്ങളുടെ പേരുകളെ അവളുടെ വായിൽ നിന്ന് നീക്കിക്കളയും. ഈ പണ്ട് ഇവരെ തള്ളിക്കളയാനുള്ള കാരണം ഇതാണെന്നേ. ഈ അന്യദേവന്മാരുടെ പുറകെ പോയതിൻ്റെ കാര്യം കൊണ്ടാണ് ദൈവം മണവാട്ടി സ്ഥാനത്ത് നിന്ന് നീക്കിക്കളഞ്ഞതേ. അവളുടെ വായിൽ നിന്ന് നീക്കിക്കളയും. ഇനി ആരും അവയെ പേർ ചൊല്ലി സ്മരിക്കുകയില്ല. അന്നാളിൽ ഞാൻ അവർക്ക് വേണ്ടി കാട്ടിലെ മൃഗങ്ങളോടും ആകാശത്തിലെ പക്ഷികളോടും നിലത്തിലെ ഇഴജാതികളോടും ഒരു നിയമം ചെയ്യും. ഞാൻ വില്ലും വാളും യുദ്ധവും ഭൂമിയിൽ നിന്ന് നീക്കി അവരെ നിർഭയം വസിക്കുമാറാക്കും. ഇതെപ്പോഴാണ് സംഭവിക്കാമെന്നറിയാമോ? ഇതുവരെ സംഭവിച്ചിട്ടില്ല. ഇപ്പോൾ അവർക്ക് ഒരു രാജ്യം കിട്ടി, ശരിയാ, ഇതുവരെ സംഭവിച്ചിട്ടില്ല. അതെപ്പോഴാണെന്നറിയാമോ? നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു അവരെയും കൊണ്ട് ലോകത്തെ 1000 ആണ്ട് വാഴുന്ന കാലത്തെ പ്രവചനമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അന്ന് ഇങ്ങനെ സംഭവിക്കുക. അന്ന് ഞാൻ വാളും യുദ്ധവും ഭൂമിയിൽ നിന്ന് നീക്കി അവരെ നിർഭയം വസിക്കുമാറാക്കും. ഞാൻ നിന്നെ സദാകാലത്തേക്കും എനിക്ക് വിവാഹത്തിന് നിശ്ചയിക്കും. നിശ്ചയിക്കും. അതേ നീതിയോടും ന്യായത്തോടും ദയയോടും കരുണയോടും നിന്നെ എനിക്ക് വിവാഹത്തിന് നിശ്ചയിക്കും. പണ്ട് യഹൂദനൊക്കെ കർത്താവിൻ്റെ മണവാട്ടിയുടെ സ്ഥാനത്തായിരുന്നെങ്കിലും ദൈവം താൽക്കാലികമായി അവരെ കൈവിട്ട് കളഞ്ഞിട്ട് ഇനി അവരെ ആ മണവാട്ടിയുടെ സ്ഥാനത്തേക്ക് തിരഞ്ഞെടുക്കുന്ന ഒരു കാലത്തെക്കുറിച്ചാണ് പറയുന്നത്. അതായത് 1000 ആണ്ട് വാഴ്ചയെക്കുറിച്ചാണ് പറയുന്നത്. അത് മനസ്സിലാക്കണം. അത് നിന്നെ സദാകാലത്തേക്ക് എനിക്ക് വിവാഹത്തിന് നിശ്ചയിക്കും. അതേ നീതിയോടും ന്യായത്തോടും ദയയോടും കരുണയോടും നിന്നെ എനിക്ക് വിവാഹത്തിന് നിശ്ചയിക്കും. ഞാൻ വിശ്വസ്തയോടെ നിന്നെ എനിക്ക് വിവാഹത്തിന് നിശ്ചയിക്കും. നീ യഹോവയെ അറിയുകയും ചെയ്യും
കണ്ടോ? അപ്പോൾ വീണ്ടും ഈ ഇസ്രായേൽ ജനതയിൽ നിന്ന് ഒരു വിഭാഗത്തെ തിരഞ്ഞെടുത്ത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു തൻ്റെ മണവാട്ടി സ്ഥാനത്തേക്ക് തിരഞ്ഞെടുക്കപ്പെടുമെന്നാണ് പറഞ്ഞത്. ഈ മണവാട്ടി സ്ഥാനത്തേക്ക് തിരഞ്ഞെടുക്കപ്പെടാനായിട്ട് തന്നെ നമ്മുടെ കർത്താവ് ഭൂമിയിലേക്ക് വന്നത്. അതായത് നമ്മുടെ കർത്താവ് ആദ്യത്തെ 3.5 വർഷകാലത്തെ പ്രവർത്തനവും അന്നത്തെ വരവും വിവാഹ നിശ്ചയത്തിന് വേണ്ടിയിട്ടായിരുന്നു വന്നതെന്ന് കാണാനായിട്ട് പറ്റും. എന്നാൽ അതിനുശേഷവും മറ്റൊരു കാര്യം ചിന്തിക്കണം. അതിനുശേഷവും ഈ ജനത ദൈവത്തെ, കർത്താവിനെ ഉപേക്ഷിച്ച് കളഞ്ഞതുകൊണ്ട് ദൈവം അവരെ പിന്നെയും ചതറിച്ചു, ഓടിച്ചു കളഞ്ഞു. ആ വിവാഹ നിശ്ചയം അന്ന് സ്ഥാപിക്കപ്പെട്ടെങ്കിലും അത് കണ്ടിന്യൂ ചെയ്യാനായിട്ട്, അതായത് വിവാഹത്തിലേക്ക് എത്തുവാനായിട്ട് കഴിയാതെ വണ്ണം ആ പ്രോഗ്രാം താൽക്കാലികമായിട്ട് സ്റ്റോപ്പ് ചെയ്ത് വെച്ചിരിക്കുകയാണെന്ന്. അപ്പം കർത്താവിൻ്റെ ഒന്നാമത്തെ വരവ് താൻ നിശ്ചയിച്ച ഒരു ജനവിഭാഗത്തെ, അതായത് യഹൂദന്മാരുടെ ഇടയിലെ ഒരു ജനവിഭാഗത്തെ തനിക്ക് വാരിയായിട്ട് തനിക്ക് വിവാഹം നിശ്ചയിക്കാനായിട്ട് വന്നതാണ്. യഹൂദന്മാരുടെ വിവാഹ നിശ്ചയം എവിടെ വെച്ചെന്നറിയാമോ? വധുവിൻ്റെ വീട്ടിൽ വെച്ചാൽ. വരനും കുടുംബവും കൂട്ടുകാരും എങ്ങോട്ട് വരണം? വധുവിൻ്റെ വീട്ടിലേക്ക് വരണം. അങ്ങനെ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ആദ്യത്തെ വരവിൽ വിവാഹ നിശ്ചയം കഴിഞ്ഞു. ഇനി രണ്ടാമത്തെ വരവിലാണ് വിവാഹം നടക്കുകയുള്ളൂ. അതറിയാമല്ലോ. അപ്പോൾ അങ്ങനെ നമ്മുടെ കർത്താവ് വീണ്ടും അന്ന് വിവാഹത്തിന് നിശ്ചയിക്കാനായിട്ട് വന്നപ്പോൾ കർത്താവായ യേശു ക്രിസ്തുവിനെ വിശ്വസിച്ച് അംഗീകരിച്ച, കർത്താവായ യേശു ആണ് ഞങ്ങളുടെ മശിഹ എന്ന് അംഗീകരിച്ച, ഇവൻ തന്നെയാണ് കാത്തിരുന്ന ഞങ്ങളുടെ രാജാവ്, വരാനുള്ള രാജാവ്, മശിഹ, ക്രിസ്തു ഇവൻ തന്നെയാണെന്ന് വിശ്വസിച്ചവരുടെ ആ ഗണത്തെയാണ് മണവാട്ടി എന്ന് ബൈബിളിൽ പറഞ്ഞിരിക്കുന്നത്. മണവാട്ടി. അതുകൊണ്ട് യോഹന്നാൻ സ്നാപകൻ പറഞ്ഞ് മണവാട്ടിയുള്ളവൻ മണവാളനാകുന്നു, മണവാളൻ്റെ സ്നേഹിതനോ നിന്നിട്ട് മണവാളൻ്റെ സ്വരം കേട്ട് അത്യന്തം സന്തോഷിക്കുന്നു. യോഹന്നാൻ സ്നാപകൻ തന്നെക്കുറിച്ച് പറഞ്ഞത് താൻ മണവാട്ടിയിലെ അംഗമല്ലെന്നാണ്. പിന്നെ ആരാ? താൻ മണവാളൻ്റെ സ്നേഹിതനാന്ന് പറഞ്ഞു. അതെന്താ അങ്ങനെ പറഞ്ഞേ? അതാ കർത്താവ് ഭൂമിയിലേക്ക് വന്നപ്പോൾ കർത്താവിനെ അംഗീകരിച്ചായിരിക്കുന്ന യഹൂദന്മാരുടെ ആ സമൂഹമാണ് യഥാർത്ഥത്തിൽ മണവാട്ടിയായി തീരുന്നത്. യഹൂദനെ മൊത്തത്തിൽ മണവാട്ടി എന്ന് പറഞ്ഞെങ്കിലും താൽക്കാലികമായി അവരെ മാറ്റി നിർത്തി. ഇനി കർത്താവ് വന്നതിന് ശേഷം കർത്താവിനെ വിശ്വസിച്ചവരുടെ കൂട്ടമാണ് മണവാട്ടി. അതിലെന്താ യോഹന്നാൻ സ്നാപകൻ പെടാഞ്ഞേ? നിങ്ങൾക്കറിയാമോ? കർത്താവായ യേശു ക്രിസ്തു എന്താ യോഹന്നാൻ സ്നാപകനെ കുറിച്ച് പറഞ്ഞെന്നറിയാമോ? സകല ന്യായപ്രമാണവും പ്രവാചകന്മാരും യോഹന്നാൻ വരെ പ്രവചിച്ചു. അന്നു മുതൽ ദൈവരാജ്യത്തെ പ്രസംഗിച്ചു വരുന്നു, അല്ലേ? അപ്പോൾ ഈ യോഹന്നാൻ സ്നാപകനെ ആരോട് കൂട്ടി? ആരോട് ചേർത്തു? ഏത് ഗണത്തോട് ചേർത്തു? പഴയ നിയമ പ്രവാചകന്മാരോടും പഴയ നിയമ വിശുദ്ധന്മാരോടും കൂട്ടി. സകല ന്യായപ്രമാണവും പ്രവാചകന്മാരും യോഹന്നാൻ വരെ പ്രവചിച്ചു എന്ന് പറയുന്നത്. സ്ത്രീകളിൽ നിന്ന് ജനിച്ചവരിൽ യോഹന്നാനേക്കാൾ വലിയവനായിട്ട് ആരുമില്ല, യോഹന്നാൻ സ്നാപകനേക്കാൾ വലിയവനായിട്ട് ആരുമില്ല. എന്നാൽ സ്വർഗരാജ്യത്തിലെ ഏറ്റവും ചെറിയവനോ അവനേക്കാൾ വലിയവൻ. കണ്ടോ? സ്ത്രീകളിൽ നിന്ന് ജനിച്ചവരിൽ യോഹന്നാൻ എന്ന് പറഞ്ഞാൽ പഴയ നിയമ വിശുദ്ധന്മാരിലെ യോഹന്നാനേക്കാൾ വലിയവനായിട്ട് ആരുമില്ല. എന്നാൽ ഇതാ വേറൊരു വേർതിരിവ് വരിക, രണ്ടാമത്തൊരു വേർതിരിവ് വരിക. എന്നാൽ സ്വർഗരാജ്യത്തിലെ ഏറ്റവും ചെറിയവനോ? ഏതാ? മണവാട്ടി സഭയിൽ ഏറ്റവും ചെറിയവനോ? ഈ സ്വർഗരാജ്യം എന്ന് പറഞ്ഞാൽ ഈ മണവാട്ടി സഭ. ഈ മണവാട്ടി സഭയിൽ ഏറ്റവും ചെറിയവനോ? യോഹന്നാനേക്കാൾ വലിയവൻ, അതായത് പഴയ നിയമ വിശുദ്ധന്മാരേക്കാൾ വലിയവൻ എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നതാണ് കർത്താവ് പറഞ്ഞത്. ഇതൊക്കെ മനസ്സിലാക്കുമ്പം വളരെ അർത്ഥവത്തായിരിക്കുന്ന കാര്യങ്ങളാണ് നമ്മളിതൊക്കെ പഠിക്കേണ്ടത് എന്നുള്ളത് മനസ്സിലാക്കണം. അപ്പോൾ യോഹന്നാൻ സ്നാപകൻ മണവാളൻ്റെ സ്നേഹിതനാണ്. അപ്പോൾ ഈ മണവാട്ടി എന്നാണ് ഈ സമൂഹത്തെ വിളിച്ചിരിക്കുന്നത്. ആരെയാ? എബ്രായ ലേഖനം 11:40 നമ്മൾ എന്ന് പറഞ്ഞ കൂട്ടത്തെ അവരെ തിരഞ്ഞെടുത്തിരിക്കുന്നത് ക്രിസ്തുവിൻ്റെ മണവാട്ടിയുടെ സ്ഥാനത്തേക്കാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. പഴയ നിയമ വിശുദ്ധന്മാരെല്ലാം കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ സ്നേഹിതന്മാരാണ്, തോഴ്മക്കാരാണ്, വിരുന്നിന് വിളിക്കപ്പെട്ടവരാണ്, ക്ഷണിക്കപ്പെട്ടവരാണ്. അവരുടെ ആ ഗണത്തിലാണ് പഴയ നിയമ വിശുദ്ധന്മാരെല്ലാവരും ഉള്ളത്. യോഹന്നാൻ സ്നാപകൻ വരെയുള്ളായിരിക്കുന്ന ആ സമൂഹമുള്ളത്. കർത്താവിനെ വിശ്വസിച്ചവരുടെ കൂട്ടം, ഈ കർത്താവ് വന്നതിന് ശേഷം കർത്താവിനെ നേരിട്ട് കണ്ടോ അല്ലാതെയോ പ്രസംഗം കേട്ടോ വിശ്വസിച്ചവരുടെ കൂട്ടം ഏത് ഗണത്തിൽപ്പെട്ടു? മണവാട്ടിയുടെ സ്ഥാനത്ത് എന്നുള്ളത് നമുക്ക് കാണാനായിട്ട് പറ്റും. ഈ മണവാട്ടിയെ വേളി കഴിക്കാനായിട്ട് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു 2000 വർഷത്തെ വാഴ്ചയ്ക്ക് വേണ്ടി ഭൂമിയിലേക്ക് വരുന്നത്. അതായത് 2000 വർഷത്തെ വാഴ്ച എന്ന് പറഞ്ഞാൽ യഹൂദൻ്റെ കർത്താവിനെ അംഗീകരിച്ച മശിഹയായിട്ട് അംഗീകരിച്ച യേശു ക്രിസ്തുവിനെ മശിഹയായിട്ട് അംഗീകരിച്ച യഹൂദന് ഒരുമിച്ചുള്ളായിരിക്കുന്ന വേളിയാണ്. അതിനുവേണ്ടി കർത്താവ് വരുന്നത്. നമുക്ക് വെളിപ്പാട് പുസ്തകം 19-ാം അധ്യായത്തിൻ്റെ 6 മുതൽ 9 വരെ ഒന്ന് വായിക്കുമ്പോൾ നമുക്കത് കാണാനായിട്ട് പറ്റും. വെളിപ്പാട് 19-ാം അധ്യായം 6 മുതൽ 9 വരെ. അപ്പോൾ വലിയ പുരുഷാരത്തിൻ്റെ ഘോഷം പോലെയും പെരുവെള്ളത്തിൻ്റെ ഇരച്ചിൽ പോലെയും തകർത്ത ഇടിമുഴക്കം പോലെയും ഞാൻ കേട്ടത്, ഹല്ലേലൂയ,
സർവശക്തിയുള്ള നമ്മുടെ ദൈവമായ കർത്താവ് രാജ്യത്വമേറ്റിരിക്കുന്നു. നാം സന്തോഷിച്ച് ഉല്ലസിച്ച് അവന് മഹത്വം കൊടുക്കുക. കുഞ്ഞാടിൻ്റെ കല്യാണം വന്നുവല്ലോ, അവൻ്റെ കാന്തയും തന്നെത്താൻ ഒരുക്കിയിരിക്കുന്നു. അവൾക്ക് ശുദ്ധവും ശുഭ്രവുമായ വിശേഷ വസ്ത്രം ധരിപ്പാൻ കൃപ ലഭിച്ചിരിക്കുന്നു. ആ വിശേഷ വസ്ത്രം വിശുദ്ധന്മാരുടെ നീതിപ്രവൃത്തികൾ തന്നെ. പിന്നെ പറയാണ്, പിന്നെ അവൻ എന്നോട്, കുഞ്ഞാടിൻ്റെ കല്യാണ സദ്യയ്ക്ക് ക്ഷണിക്കപ്പെട്ടവർ ഭാഗ്യവാന്മാർ. ആരാ കല്യാണ സദ്യയ്ക്ക് ക്ഷണിക്കപ്പെട്ടവർ? ഇതൊക്കെ ഒരുപാട് പേരും പല തെറ്റായ വ്യാഖ്യാനം പറയുന്നുണ്ട്. കല്യാണം കഴിക്കുന്നത് നമ്മളെയാണെന്നും ക്ഷണിക്കപ്പെട്ടവർ യഹൂദന്മാരാണെന്നൊക്കെ വ്യാഖ്യാനിക്കുന്നവരൊക്കെ ഉണ്ട്. ഇവിടെ അതൊന്നും അല്ല പറയുന്നത്. ഇവിടെ ഞാനത് വായിച്ചിട്ട് പറയാമേ. കുഞ്ഞാടിൻ്റെ കല്യാണ സദ്യയ്ക്ക് ക്ഷണിക്കപ്പെട്ടവർ ഭാഗ്യവാന്മാർ എന്ന് എഴുതുക എന്ന് പറഞ്ഞു. എന്നോട് പറഞ്ഞു, ഞാൻ അവനെ നമസ്കരിക്കേണ്ടതിന്. അപ്പോൾ ഇവിടെ നമ്മൾ വായിക്കുകയാണ്, കർത്താവായ യേശു ക്രിസ്തു ഭൂമിയിലേക്ക് മനുഷ്യാവതാരം എടുത്ത് വന്നതിന് ശേഷം അവൻ തന്നെ ഞങ്ങളുടെ മശിഹ എന്ന് പറഞ്ഞ് അംഗീകരിച്ചവരുടെ ആ യഹൂദന്മാരുടെ ഗണമാണ് കർത്താവിൻ്റെ മണവാട്ടി സഭ എന്ന് പറയുന്നത്. ആ സഭയുടെ വിവാഹ നിശ്ചയം കഴിഞ്ഞാൽ കർത്താവ് പോയത്. ഇനി വേളി കഴിക്കാനായിട്ട്, അതായത് വിവാഹം കഴിക്കാനായിട്ട് വരിക. കുഞ്ഞാടിൻ്റെ കല്യാണം വന്നുവല്ലോ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കല്യാണം വന്നുവല്ലോ. ആരെ വേളി കഴിക്കുന്നത്? കർത്താവ് വന്നപ്പോൾ മുതൽ കർത്താവിനെ അംഗീകരിച്ചവരുടെ കൂട്ടവും, അതായത് 12 അപ്പോസ്തലന്മാരും അവരുടെ പ്രസംഗത്താൽ യേശു മശിഹയാണെന്ന് അംഗീകരിച്ചവരുടെ കൂട്ടവും, മഹാപീഡന കാലഘട്ടത്തിൽ വിശ്വസിക്കുന്നവരായിരിക്കുന്നവരുടെ കൂട്ടവും, തലഛേദിക്കപ്പെട്ടവരും അങ്ങനെ കർത്താവിന് വേണ്ടിയിട്ട് നിലനിന്നവരായിരിക്കുന്ന യഹൂദന്മാരുടെ കൂട്ടവുമാണ്. മഹാപീഡന കാലത്തെ യഹൂദന്മാരുടെ കൂട്ടവും കർത്താവിനെ ആദ്യത്തെ, അതായത് ആ 3.5 വർഷക്കാലം അതിനുശേഷം 12 അപ്പോസ്തലന്മാരുടെ പ്രവർത്തനത്താലും വിശ്വസിച്ചവരുടെ കൂട്ടവും അടങ്ങുന്നതാണ് ഈ വധുവിൻ്റെ, അല്ലെങ്കിൽ ഈ മണവാട്ടി. ആ മണവാട്ടി വിവാഹം കഴിക്കാനാണ് നമ്മുടെ കർത്താവ് വരുന്നത്. അത് മഹാപീഡന കാലത്ത് കർത്താവിനെ വിശ്വസിക്കുന്നവരായിരിക്കുന്ന ഒരു വലിയ കൂട്ടവും അതിനകത്തുണ്ട്. യഹൂദന്മാരുടെ ഒരു വലിയ കൂട്ടം. നമ്മുടെ കാര്യമല്ലേ പറയുന്നത്, ജാതികളുടെ ഒന്നും കാര്യമല്ല ഞാനിവിടെ പറയുന്നത് കേട്ടോ. ആ വലിയ കൂട്ടവും അവിടെ ഉണ്ട് എന്ന് മനസ്സിലാക്കണം. അവിടെ കല്യാണത്തിന് ക്ഷണിക്കപ്പെട്ടവർ ഭാഗ്യവാന്മാർന്നാണ്. ആരെയാ കല്യാണത്തിന് ക്ഷണിച്ച്? കർത്താവ് പല ഉപമകളിലും പറഞ്ഞു, കല്യാണത്തിന് വിളിക്കുവിൻ, തിരുക്കോണിലൊക്കെ പോയി വിളിക്കുവിൻ എന്നൊക്കെ പറഞ്ഞപ്പം ഇതൊന്നും പലർക്കും മനസ്സിലാകുന്നില്ല. ആരെയാണ് ക്ഷണിക്കപ്പെട്ടതെന്നറിയോ? ഈ ക്ഷണിക്കപ്പെട്ടത് കർത്താവിൻ്റെ പ്രിയപ്പെട്ട വിശുദ്ധന്മാർ, പഴയ നിയമ വിശുദ്ധന്മാരാണ്. ഇവരെയാണ് ക്ഷണിച്ചത്. ഇവരാണ് കല്യാണത്തിന് ക്ഷണിക്കപ്പെട്ടവർ. ഇവരാണ് മണവാളൻ്റെ സ്നേഹിതന്മാർ. ഇവർ ഭാഗ്യവാന്മാരാണെന്നാണ് പറഞ്ഞത്. ആ പഴയ നിയമ വിശുദ്ധന്മാർ ഭാഗ്യവാന്മാരാണെന്നാണ് പറഞ്ഞത്. ആ കാര്യം നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഈ മണവാട്ടിയെ 1000 ആണ്ടിൽ കർത്താവിൻ്റെ വാഴ്ച എന്ന് പറയുന്നത് ഈ മണവാട്ടിയുമായിട്ടുള്ള വിവാഹത്തിൻ്റെ നാളുകളാണ്. വിവാഹം കഴിഞ്ഞതിന് ശേഷം ഈ കാര്യമൊക്കെ മനസ്സിലാകാനേ ഞാൻ പഴയൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്, മണവാട്ടി ആര് എന്നുള്ളൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്, അത് കാണണം. ഈ 1000 ആണ്ട് കർത്താവ് വധുവിൻ്റെ വീട്ടിൽ വെച്ച് വിവാഹ സദ്യ നടത്തുകയും വധുവിനോടൊരുമിച്ച് വിവാഹം കഴിഞ്ഞ് വധുവിനോടൊരുമിച്ച് 1000 ആണ്ട് വധുവിൻ്റെ വീട്ടിൽ സന്തോഷത്തോടെ ചെലവഴിക്കുകയും ചെയ്യുന്ന നാളുകളാണ്. യഹൂദന്മാരുടെ വിവാഹം അങ്ങനെയാണ്. ഞാനത് പറഞ്ഞിട്ടുണ്ട്. യഹൂദന്മാരുടെ വിവാഹം എന്ന് പറഞ്ഞാൽ വിവാഹം കഴിഞ്ഞു കഴിഞ്ഞാൽ ആ വധുവിൻ്റെ വീട്ടിൽ താമസിച്ചുകൊണ്ട് വധുവിൻ്റെ സ്വന്തക്കാർക്കും ആ നാട്ടിലെ നാട്ടുകാർക്കും അവിടെയുള്ളായിരിക്കുന്ന ആളുകൾക്കെല്ലാം കുറേയേറിയ ദിവസം വിവാഹം കഴിക്കുന്നവൻ്റെ പ്രാപ്തി അനുസരിച്ച് വിരുന്നൊരുക്കി കൊടുക്കും. വധുവിൻ്റെ വീട്ടിൽ താമസിച്ചുകൊണ്ട് ആ വിരുന്നൊരുക്കി കൊടുക്കുന്ന കാലഘട്ടം ഈ 1000 വർഷം എന്ന് പറയുന്നത്. ഈ 1000 വർഷം കഴിഞ്ഞാലോ ഈ വധുവിനെ എങ്ങോട്ട് കൊണ്ടുപോകും? മണവാളൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോകും. മണവാളനും മണവാട്ടിക്കും വേണ്ടിയിട്ട് ഒരുക്കിയിരിക്കുന്ന മണിയറയിലേക്ക് കൂട്ടിക്കൊണ്ടുപോകും. അതാണ് വെളിപ്പാട് പുസ്തകം 21-ാം അധ്യായത്തിലെ പുത്തൻ യെരൂശലേം എന്ന് പറയുന്നത്. ഞാൻ അതും ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ഈ പുത്തൻ യെരൂശലേമൊക്കെ പുത്തൻ യെരൂശലേമിൽ നമ്മളാണ് ഇനി കിടക്കുന്നത്. ഇത് പറയുമ്പോൾ എനിക്കൊരു തമാശ തോന്നുകയാണ്. നമ്മൾ പുത്തൻ യെരൂശലേമിൻ്റെ പ്രൊഡക്റ്റാണെന്ന് പറഞ്ഞ് പഠിപ്പിക്കുന്നവർ പോലുമുണ്ട്. നമ്മളെ പ്രസവിച്ചത് സ്വർഗത്തിലെ യെരൂശലേമാണെന്ന് ബൈബിളിലൊരു വാക്യമുണ്ടല്ലോ. നമ്മുടെ അമ്മ മീതിയുള്ള യെരൂശലേമാവുന്നു എന്നുള്ളൊരു വാക്യമുണ്ടല്ലോ. ഇതെടുത്തിട്ട് പറയും, നമ്മുടെ അമ്മ പുത്തൻ യെരൂശലേമാണ്, നമ്മൾ പുത്തൻ യെരൂശലേം പ്രസവിച്ചതായിരിക്കുന്ന ആൾക്കാരാണെന്ന് പറയുന്നവർ പോലും ഉണ്ടെന്ന് ഓർക്കുമ്പോൾ തമാശ തോന്നുകയാണ്. കാരണം പുത്തൻ യെരൂശലേം എന്ന് പറയുന്ന ഒരു ബിൽഡിംഗ് ആണെന്നേ, ഒരു പട്ടണമാണെന്നേ, ദൈവം ശില്പിയായി നിർമ്മിച്ച ഒരു പട്ടണമാണ്. ആ പട്ടണം നമ്മളെ പ്രസവിച്ചേക്കുവാണോ? നമ്മൾ ആ പട്ടണത്തിൻ്റെ പ്രൊഡക്റ്റാണോ?
ഈ പുത്തൻ യെരൂശലേം ആർക്ക് വേണ്ടി ഉണ്ടാക്കിയെന്നറിയോ? മണവാളനും മണവാട്ടിക്കും വേണ്ടി സന്തോഷിക്കാനുള്ള മണിയറയാണ് പുത്തൻ യെരൂശലേം എന്നുള്ളത് മനസ്സിലാക്കുക. അതിലേക്ക് ഈ പറയുന്ന 1000 ആണ്ട് കഴിഞ്ഞ് ഈ തൻ്റെ മണവാട്ടിയെയും കൂട്ടി കർത്താവ് മണവാളൻ അതിലേക്ക് പ്രവേശിക്കുന്നതായിരിക്കുന്ന രംഗമാണ് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. വെളിപ്പാട് പുസ്തകം 21 അധ്യായത്തിൻ്റെ 9-ാം വാക്യം അങ്ങനെ വായിക്കുക. അന്ത്യപാത 7 നിറഞ്ഞ 7 കലശമുണ്ടായിരുന്ന 7 ദൂതന്മാരിൽ ഒരുത്തൻ വന്ന് എന്നോട്, വരിക, കുഞ്ഞാടിൻ്റെ കാന്തയായ മണവാട്ടിയെ കാണിച്ചു തരാമെന്ന് പറഞ്ഞു. അവൻ എന്നെ ആത്മവിവശതയിൽ ഉയർന്ന ഒരു വൻമലയിൽ കൊണ്ടുപോയി. യെരൂശലേം എന്ന വിശുദ്ധ നഗരം സ്വർഗത്തിൽ നിന്ന് ദൈവസന്നിധിയിൽ നിന്ന് തന്നെ തേജസ്സുള്ളായി ഇറങ്ങുന്നത് എന്നെ കാണിച്ചു തന്നു. കുഞ്ഞാടിൻ്റെ കാന്തയായ മണവാട്ടി എവിടെയുണ്ടെന്നറിയാവോ? അതിലുണ്ട്, ആ സ്വർഗീയ യെരൂശലേമിലുണ്ട്. ഏത്? എല്ലാവരും ഉണ്ടെന്ന് ചോദിച്ചാൽ അന്ന് കർത്താവ് വരുമ്പോൾ വരുന്നവരെ മരിക്കുന്നവരുടെ കൂട്ടമുണ്ട്, കർത്താവിനെ വിശ്വസിച്ചവരുടെ കൂട്ടമുണ്ട്. ആ കുഞ്ഞാടിൻ്റെ കാന്തയായ മണവാട്ടിയായിട്ട് ആ മണിയറ സ്വർഗത്തിൽ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങി വരികയാണ്. ഇങ്ങോട്ട് ഇറങ്ങി വരുന്ന കാഴ്ചയാണ്. ആ കാഴ്ചയെക്കുറിച്ചാണ് ഇവിടെ നമ്മൾ വെളിപ്പാട് പുസ്തകം 21 അധ്യായത്തിൽ നമ്മൾ വായിച്ചത് എന്ന് മനസ്സിലാക്കണം. അല്ല, നിങ്ങൾ ചിന്തിച്ച് നോക്കിയേ, നമ്മളെല്ലാവരും കൂടെ പുത്തൻ യെരൂശലേമിൽ കർത്താവിനോട് കൂടെ, യഹൂദന്മാരോട് കൂടെ നമ്മളെല്ലാവരും ഒന്നിച്ച് സംഗമിക്കുന്ന സ്ഥലം അതാണെന്നാണ് പലരും പഠിപ്പിക്കുന്നതേ, പുത്തൻ യെരൂശലേമിൽ. അപ്പം ഞാൻ ചോദിക്കട്ടെ, ഈ യഹൂദന് വേണ്ടി പണിത വീടാണോ നമുക്ക് തരേണ്ടത് ദൈവം? നമ്മളെന്താ അങ്ങനെ യഹൂദനോട് വെട്ടി ഒട്ടിച്ചിരിക്കുന്ന ഒരു കടലാസാണോ നമ്മൾ യഹൂദനേക്കാൾ കുറഞ്ഞ ഒരു ടീമാണെന്നാണോ വിചാരിച്ചത്? ആ പട്ടണം ആർക്ക് വേണ്ടിയാണ് പണിതേ? ആ പട്ടണത്തിൻ്റെ പേരാരുടെയാണ്? 12 അപ്പോസ്തലന്മാരുടെയും 12 ഗോത്രപിതാക്കന്മാരുടെയും അവരുടെ പേരിൽ പണിത് കൊടുത്തായിരിക്കുന്ന ബിൽഡിങ്ങിലേക്കാണോ നമ്മളെ കൂട്ടിക്കൊണ്ട് പോകുന്നത്? നമ്മൾ കർത്താവിൻ്റെ ശരീരമാണ്. അതായത് മണവാട്ടിയേക്കാളും ശ്രേഷ്ഠമായിരിക്കുന്ന സ്ഥാനത്തിരിക്കുന്നവരാണ് നമ്മൾ. മണവാട്ടി പിന്നെ മണവാട്ടിക്ക് ഇത്രയും വലിയ, അതായത് ശരീരവും ശിരസ്സും തമ്മിലുണ്ടായിരിക്കുന്ന ആ ബന്ധത്തിൻ്റെ ആഴങ്ങളിലേക്കൊന്നും എത്താനായിട്ട് പറ്റിയിട്ടില്ല. മനസ്സിലായോ? അവർ മണവാട്ടിയാണ് സമ്മതിച്ചു, നമ്മൾ ശരീരമാണ്, കർത്താവിൻ്റെ ശിരസ്സിന് കീഴിലുള്ള ശരീരം. ഈ നമ്മൾ യഹൂദന്മാർക്ക് വേണ്ടി പണി കഴിപ്പിച്ചതായിരിക്കുന്ന, യഹൂദന്മാരുടെ പേരിൽ ഡെഡിക്കേറ്റ് ചെയ്തായിരിക്കുന്ന ആ പുത്തൻ യെരൂശലേമിലേക്ക് നമ്മൾ അവിടേക്കാണ് പോകേണ്ടത്. അത് നമുക്ക് തരാൻ തക്കവണ്ണം നമ്മൾ പിന്നെ കടലാസിൽ നിന്ന് വെട്ടിയെടുത്ത് അങ്ങോട്ട് ഒട്ടിച്ചവരാണോ? നമ്മൾ യഹൂദിൻ്റെ പ്രൊഡക്റ്റാണോ? നിങ്ങൾ തന്നെ ഒന്ന് വിധിക്കുക. നമുക്ക് അതിനേക്കാൾ എത്രയോ അതിമനോഹരമായ ശ്രേഷ്ഠമായിരിക്കുന്ന ആ നിത്യ സ്വർഗരാജ്യത്തിൻ്റെ ആ അതിശ്രേഷ്ഠതയിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നതെന്ന് അറിയാമോ? അത് നിങ്ങൾ മനസ്സിലാക്കുക. നമ്മളല്ല അവിടെ പ്രവേശിക്കുന്നത്, പുത്തൻ യെരൂശലേമിൽ പ്രവേശിക്കുന്നത്. അത് മണവാട്ടിയും മണവാളനും തമ്മിലുള്ളായിരിക്കുന്ന സംഗമത്തിനുള്ളായിരിക്കുന്ന മണിയറയാണത്. അത് ഒരുക്കാനാണ് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു പോയത് എന്നുള്ളത് മനസ്സിലാക്കണം. ആ ഒരുക്കിയ പട്ടണമാണ്, ഞാൻ നിങ്ങൾക്ക് സ്ഥലം ഒരുക്കുവാൻ പോകുന്നു എന്ന് പറഞ്ഞില്ലേ, ആ പട്ടണമാണ് മണവാളന് വേണ്ടി അലങ്കരിച്ച മണവാട്ടിയെ പോലെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുന്നതെന്ന് ഓർക്കണം. അതിലേക്ക് പ്രവേശിക്കുന്നത് മണവാട്ടിയാണ്. മണവാട്ടിയും മണവാളനും കൂടിയാണ്. മണവാളൻ്റെ സ്നേഹിതന്മാരും തോഴ്മക്കാരും കൂടിയാണ്. അതായത് കർത്താവായ യേശു ക്രിസ്തു വന്നപ്പോൾ കർത്താവിനെ നോക്കി വിശ്വസിച്ചവരുടെ കൂട്ടവും, അത് കഴിഞ്ഞിട്ട് മഹാപീഡന കാലഘട്ടത്തിൽ വിശ്വസിക്കുന്നവരുടെ കൂട്ടവും, അങ്ങനെയുള്ളതായിരിക്കുന്നവരുടെ ഒരു യഹൂദന്മാരുടെ സമൂഹമാണ് അതിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കുന്നത്. പഴയ നിയമ വിശുദ്ധന്മാർക്ക് അവിടെ പ്രവേശനമില്ലെന്ന് ചോദിക്കും. തീർച്ചയായിട്ടും ഉണ്ട്. അവരെല്ലാവരും മണവാളൻ്റെ സ്നേഹിതന്മാരും തോഴ്മക്കാരുമാണ്. കല്യാണ സദ്യക്ക് ക്ഷണിക്കപ്പെട്ടവരാണ്. അവരും ഒരുമിച്ച് അവിടെ ആനന്ദമായിട്ട് ഏറിയ നാൾ വാഴും. എത്ര നാളാണ്? 1000 ആണോ 10,000 ആണോ എന്ന് എനിക്കറിയില്ല. അത് കാലമാണ്. അത് ദൈവം അവർക്ക് വേണ്ടി വിഭാവനം ചെയ്തതാണ്. ഇതാണ് അബ്രഹാം മുതലേ കാത്തിരുന്നായിരിക്കുന്ന കാര്യം എന്നുള്ളത് മനസ്സിലാക്കണം. അപ്പോൾ ഇവിടെ നമ്മൾ ആരാണ് എന്നുള്ളത് നിങ്ങൾക്ക് ആദ്യമേ മനസ്സിലായി. ഇവരുടെ പ്രത്യേകത എന്താണ്? അവർ നമ്മെ കൂടാതെ രക്ഷാപൂർത്തി പ്രാപിക്കാതിരിക്കേണ്ടതിന് ദൈവം നമുക്ക് വേണ്ടി ഏറ്റവും നല്ലതൊന്ന് മുൻകരുതി എന്ന് പറയുമ്പോൾ അതെന്താടാ? പഴയ നിയമ യഹൂദന്മാർക്ക് ലഭിക്കാത്ത, അല്ലെങ്കിൽ അവർക്ക് ലഭിക്കുന്നതിനേക്കാൾ വലിയ അനുഗ്രഹം എന്താ ഈ മണവാട്ടിക്ക് കിട്ടാൻ പോകുന്നതെന്ന് ചോദിച്ചാൽ അതിൻ്റെ അർത്ഥം എന്താണെന്നറിയാമോ? അതിൻ്റെ അർത്ഥം ഇവരാണ് യഥാർത്ഥത്തിൽ മണവാട്ടി അംഗങ്ങൾ എന്നുള്ളായിരിക്കുന്ന സ്ഥാനം വഹിക്കുന്നവർ. അതാണ് നമ്മെ കൂടാതെ അവർ രക്ഷാപൂർത്തി പ്രാപിക്കാതിരിക്കേണ്ടത് ദൈവം നമുക്ക് വേണ്ടി ഏറ്റവും നല്ലതൊന്ന് മുൻകരുതി. ഞാനത് തുടർന്നും പറയുന്നുണ്ട്. അപ്പോൾ
അത് ഞാൻ ഒന്നുകൂടി വിശദീകരിച്ച് തരുന്നുണ്ട്. നിങ്ങൾക്കത് മനസ്സിലായില്ല എന്ന് എനിക്കറിയാം. ഒന്നുകൂടെ ഞാൻ വിശദീകരിച്ച് തരുന്നുണ്ട്. അവരെയാണ് യഹൂദന്മാരുടെ ഇടയിൽ ഒരുവിധം ആദ്യ ഫലമെന്ന് പറഞ്ഞിരിക്കുന്നത്. ഏത്? ഈ മണവാട്ടി സഭയാണ് യഹൂദന്മാരുടെ ഇടയിലെ ഒരുവിധം ആദ്യ ഫലം എന്ന് പറഞ്ഞിരിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇവിടെ എബ്രായ ലേഖനം, ഈ എബ്രായ ലേഖനത്തിലെ ആ വാക്യങ്ങളിലേക്ക് വരാം. ആ വാക്യങ്ങളിലേക്ക് വന്നിട്ട് അത് നിങ്ങൾക്കൊന്ന് ഒന്നും കൂടെ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ. മണവാട്ടി ആരാണെന്ന് മനസ്സിലായ, കാര്യങ്ങളെല്ലാം മനസ്സിലായല്ലോ. അപ്പോൾ നമുക്ക് അത് വെച്ചുകൊണ്ട് എബ്രായ ലേഖനം അതിൻ്റെ 11-ാം അധ്യായത്തിൻ്റെ 39-40 വാക്യം നമുക്കൊന്നുകൂടി വായിക്കാം. എന്നിട്ട് ഞാനത് പറഞ്ഞുതരാം. അപ്പോൾ നിങ്ങൾക്കത് മനസ്സിലാകും. നോക്കുക. അവർ എല്ലാവരും വിശ്വാസത്താൽ സാക്ഷ്യം ലഭിച്ചിട്ടും വാഗ്ദത്ത നിവൃത്തി പ്രാപിച്ചില്ല. അവർ എല്ലാവരും എന്ന് പറഞ്ഞാൽ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞില്ലേ, പഴയ നിയമ വിശുദ്ധന്മാരെല്ലാവരും അവർക്ക് എന്ത് കിട്ടി? എല്ലാവരും വിശ്വാസത്താൽ സാക്ഷ്യം ലഭിച്ചു. എന്നിട്ടും അവർ എന്ത് പ്രാപിച്ചില്ല? വാഗ്ദത്ത നിവൃത്തി പ്രാപിച്ചില്ല. എന്തായിരുന്നു വാഗ്ദത്തം? വാഗ്ദത്തം എന്തായിരുന്നു ചോദിച്ചാൽ ഒരിളകാത്ത രാജ്യം കിട്ടുമെന്നാണ്. അന്ന് അവർ താമസിക്കുന്ന രാജ്യമല്ലേ, ഇളകുന്നതല്ലേ. ഒരിളകാത്ത രാജ്യം കിട്ടും. രണ്ടാമത്തെ എന്താ അറിയാവോ? ദൈവം ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനങ്ങളുള്ളതായിരിക്കുന്ന പട്ടണം കിട്ടും. ഇത് വാഗ്ദത്ത നിവൃത്തി. ഞാൻ വായിച്ച് കേൾപ്പിക്കാം. ഇതേ എബ്രായ ലേഖനത്തിൽ ആ കാര്യങ്ങളെല്ലാം വിശദീകരിക്കുന്നുണ്ട്. എബ്രായ ലേഖനം അതിൻ്റെ 12-ാം അധ്യായത്തിൻ്റെ 28-ാമത്തെ വാക്യം. 12-ാം അധ്യായം 28. ആകയാൽ ഇളകാത്ത രാജ്യം പ്രാപിക്കുന്നത് കൊണ്ട് നാം എന്ന് പറഞ്ഞാരാ? ഇവിടെ പറഞ്ഞായിരിക്കുന്ന നാം ആകയാൽ ഇളകാത്ത രാജ്യം പ്രാപിക്കുന്നത് കൊണ്ട് നാം നന്ദിയുള്ളവരായി ദൈവത്തിന് പ്രസാദം വരുമാറ് ഭക്തിയോടും ഭയത്തോടും കൂടെ സേവ ചെയ്യുക. നമ്മുടെ ദൈവം ദയിപ്പിക്കുന്ന അഗ്നിയല്ലോ. അപ്പോൾ ഇവിടെ പറയുകയാണ് ഇളകാത്ത രാജ്യം ആർക്കാണ് കൊടുക്കുന്നത്? ആ പഴയ നിയമ യഹൂദന്മാർക്കല്ല. ഈ 1000 ആണ്ട് വാഴ്ചയിൽ വാഴുന്ന മണവാട്ടി ആരാ? ഈ കർത്താവിനോട് കൂടെ പ്രവേശിക്കുന്നതായിരിക്കുന്ന ആ മണവാട്ടി. കർത്താവ് വന്നപ്പോൾ മുതൽ കർത്താവിനെ അംഗീകരിച്ച വ്യക്തികൾ യഹൂദന്മാരും മഹാപീഡനകാലത്തിലെ വിശ്വസിക്കുന്ന യഹൂദന്മാരുടെ ആ ഗണമാണ് കർത്താവിനോട് കൂടെ 1000 ആണ്ട് വാഴുന്നത്. ആ 1000 ആണ്ട് വാഴ്ച ഇളകാത്ത രാജ്യം, ആ ഇളകാത്ത രാജ്യം അവർ പ്രാപിക്കുക. അതാണ് അവരുടെ വാഗ്ദത്തം. നമ്മൾ എന്താണ് ഇവിടെ വായിച്ചത്? അവർ എല്ലാവരും വിശ്വാസത്താൽ സാക്ഷ്യം ലഭിച്ചിട്ടും വാഗ്ദത്ത നിവൃത്തി പ്രാപിച്ചില്ല. വാഗ്ദത്ത നിവൃത്തി. അവർക്കെന്താ വാഗ്ദത്തം കൊടുത്തിരുന്നത്? നിങ്ങൾക്ക് ഞാനൊരു രാജ്യം തരും, ആ രാജ്യത്ത് നിന്ന് നിങ്ങളെ ആരും പറിച്ചു കളയുകയില്ല, ആ രാജ്യത്തിൽ നിങ്ങൾ രാജാക്കന്മാരെ പോലെ വാഴും, ആ രാജ്യം നിങ്ങൾക്ക് എന്നേക്കും ശാശ്വത അവകാശമായിട്ട് ഞാൻ തരും. അതാ വാഗ്ദത്തം. പക്ഷേ ആ പഴയ നിയമ വിശുദ്ധന്മാർക്കൊന്നും പ്രാപിക്കാൻ പറ്റിയില്ലെന്നാണ് പറഞ്ഞ കാര്യം. മനസ്സിലായില്ല? ആ പഴയ നിയമ വിശുദ്ധന്മാർക്ക് ആ വാഗ്ദത്ത നിവൃത്തി പ്രാപിക്കാൻ പറ്റിയില്ലെന്നാണ് അവിടെ പറഞ്ഞത്. അപ്പോൾ ഇളകാത്ത രാജ്യം കൊടുക്കുന്നത് ഈ പറയുന്നതായിരിക്കുന്ന ഈ ചെറിയ കൂട്ടത്തിനാണ്, ഈ മണവാട്ടിക്കാണ്. അതാണ് നമ്മെ കൂടാതെ അവർ രക്ഷാപൂർത്തി പ്രാപിക്കാതിരിക്കേണ്ടതെന്ന് പറയുന്നതിൻ്റെ അർത്ഥം. അപ്പോൾ അത് മനസ്സിലായല്ലോ. രണ്ടാമത് അവർക്ക് കൊടുക്കുമെന്ന് പറഞ്ഞായിരിക്കുന്ന കാര്യം എന്താ അറിയാം? ഒന്ന് ഇളകാത്ത രാജ്യം കൊടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. രണ്ടാമത് അവർക്ക് കൊടുക്കുമെന്ന് പറഞ്ഞത് എബ്രായ ലേഖനം അതിൻ്റെ 11-ാം അധ്യായത്തിൻ്റെ 9-10 വാക്യങ്ങളിൽ അബ്രഹാമിൻ്റെ പ്രതീക്ഷയെക്കുറിച്ച് പറയുന്നുണ്ട്. 9-10 വാക്യങ്ങളിൽ വിശ്വാസത്താൽ അവൻ എന്ന് പറഞ്ഞാൽ അബ്രഹാം, വിശ്വാസത്താൽ അവൻ വാഗ്ദത്ത ദേശത്ത് ഒരു അന്യദേശത്തെന്ന പോലെ ചെന്നു. വാഗ്ദത്തത്തിന് കൂട്ടവകാശികളായ ഇസഹാക്കിനോട് യാക്കോബിനോട് കൂടെ കൂടാരങ്ങളിൽ പാർത്തുകൊണ്ട് ദൈവം ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനങ്ങളുള്ളതുമായ നഗരത്തിനായി കാത്തിരുന്നു. വിശ്വാസത്താൽ അബ്രഹാം ചെയ്ത കാര്യം എന്തറിയാവോ? തൻ്റെ മക്കളോട് കൂടെ വലിയൊരു വീട് പണിത് സുഖമായിട്ട് ജീവിക്കാമായിരുന്നു. വലിയൊരു വീട് പണിയാണ്. അബ്രഹാം ഭയങ്കര ധനവാനല്ലേ, വലിയ വീട് പണിയായിരുന്നു. സുഖമായിട്ട് മക്കളോട് കൂടെ ജീവിക്കായിരുന്നു. പക്ഷേ അബ്രഹാം ഒന്ന് കണ്ടു, ദൈവം ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനമുള്ളതായിരിക്കുന്ന ഒരു പട്ടണം എനിക്ക് വേണ്ടിയുണ്ട്. ഒരു പട്ടണം, ഒരു വീടല്ല, ഒരു പട്ടണം തന്നെ എനിക്ക് വേണ്ടിയുണ്ട്. അതിനു വേണ്ടി അബ്രഹാം കാത്തിരുന്ന ഏതാ പട്ടണം? അതാ ഈ മണവാളന് വേണ്ടി അലങ്കരിച്ച മണവാട്ടിയെ പോലെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുന്നത്. ആ പട്ടണത്തിന് വേണ്ടി അബ്രഹാം കാത്തുകൊണ്ട് ഭൂമിയിൽ കൂടാരങ്ങളിൽ പാർത്തു. ഇത് യഹൂദനുള്ള വാഗ്ദത്തമായിരുന്നു. പക്ഷേ എന്ത് പറ്റി? നിങ്ങൾ തിരിച്ചു ചോദിക്കേ. അവർ വാഗ്ദത്ത നിവൃത്തി പ്രാപിച്ചില്ല. അബ്രഹാമും പ്രാപിച്ചില്ല, കൂടെയുള്ളവരും പ്രാപിച്ചില്ല. അവരുടെ ജീവിതകാലത്ത് ആ ഭാഗ്യം കിട്ടിയില്ല. അവരിനി ഒരിക്കലും അതിൽ പ്രവേശിക്കില്ല എന്നൊന്നല്ല ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം. അവരുടെ ഒന്നും ജീവിതകാലത്തിൽ ആ ഭാഗ്യം ലഭിച്ചില്ല, വാഗ്ദത്ത നിവൃത്തി പ്രാപിച്ചില്ലെന്നർത്ഥം. അതെവിടെ വായിക്കുന്ന 11:39 വായിച്ചത്, അവർ എല്ലാവരും വിശ്വാസത്താൽ സാക്ഷ്യം ലഭിച്ചിട്ടും
വാഗ്ദത്ത നിവൃത്തി പ്രാപിച്ചില്ല. ഈ അബ്രഹാമിനും പ്രാപിക്കാൻ പറ്റിയില്ല. അബ്രഹാമും തൻ്റെ പിതാക്കന്മാരെ പോലെ മരിച്ചു, അടക്കപ്പെട്ടു, പിതാക്കന്മാരോട് ചേർന്നു. അങ്ങനെ അവരെല്ലാം തലമുറയോട് ചേർന്നു. ഇവിടെ എബ്രായ ലേഖനത്തിൽ ഇത് പറയുമ്പോൾ നമ്മളത് പ്രാപിക്കാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ, അവർ കാത്തിരുന്നത് നമ്മളിപ്പോൾ കൈവശപ്പെടുത്താൻ പോകാമെന്ന് പറഞ്ഞാൽ, ഈ എബ്രായ ലേഖനം പഠിക്കുമ്പോൾ ഒന്നും മനസ്സിലാക്കണം. കർത്താവ് മരിച്ചു ഉയർത്തെഴുന്നേറ്റ് പോയി 2000 കൊല്ലം കഴിഞ്ഞിട്ട് എഴുതിയ ലേഖനം അല്ലത്. കർത്താവ് ഉടനെ വരുമെന്ന് പറഞ്ഞ് പോയതിന് ശേഷം എഴുതിയ ലേഖനമാണ്. അവരെല്ലാവരും പ്രതീക്ഷിച്ചിരിക്കുന്ന അവരുടെ ജീവിതകാലത്ത് തന്നെ കർത്താവ് വരുമെന്നാണ്. അത് മനസ്സിലായോ? വരുമെന്നാണ് അവർ പ്രതീക്ഷിച്ചിരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ അതിലേക്ക് കടക്കാനായിട്ട് പോവുകയാണ്. ആ വാഗ്ദത്ത നിവൃത്തി നമുക്ക് ലഭിക്കാൻ പോവുകയാണ്. അബ്രഹാമിനും കിട്ടിയില്ല, മറ്റാർക്കും കിട്ടിയില്ല, നമ്മളിപ്പോൾ അതിലേക്ക് കടക്കാൻ പോവുകയാണ് എന്ന് പറഞ്ഞാൽ, ഇങ്ങനെ 2000 വർഷം താമസിക്കുമെന്ന് എബ്രായ വിശ്വാസികൾക്ക് അറിയില്ലായിരുന്നു. അവരങ്ങനെ കാത്തിരിക്കുകയാണ്. കർത്താവ് ഇപ്പോൾ വരും. അതുകൊണ്ടല്ലേ എല്ലാം വിറ്റ് അപ്പോസ്തലന്മാരുടെ കാൽക്കൽ വെച്ച് തിന്ന് കുടിച്ച് കർത്താവിനെ പാട്ടുപാടി സ്തുതിച്ചും ആരാധിച്ചും അവർ കഴിഞ്ഞു പോകുന്നതിൻ്റെ കാരണം അതല്ലേ, കർത്താവ് ഇപ്പോൾ തന്നെ വരും. അപ്പോൾ പിന്നെ എന്തിനാ സമ്പാദ്യങ്ങൾ എന്ന് വിചാരിച്ചു. അങ്ങനെ കാത്തിരിക്കുന്നവരാ പറയുന്നത് അവരെല്ലാവരും കാത്തിരുന്നെങ്കിലും വാഗ്ദത്ത നിവൃത്തി പ്രാപിച്ചില്ല. നമ്മളത് പ്രാപിക്കാനായിട്ട് പോകുന്നു. അടുത്ത നാളുകളിൽ കർത്താവ് വരും. നമ്മൾ ആ ഇളകാത്ത രാജ്യത്തിലേക്ക്, ദൈവം ശില്പിയായി നിർമ്മിച്ച അടിസ്ഥാനമുള്ള പട്ടണത്തിലേക്ക് നമ്മൾ കടക്കാനായിട്ട് പോകുന്നു. ഈ ദൈവം ശില്പിയായി നിർമ്മിച്ച പട്ടണവും ഇളകാത്ത രാജ്യവും 2 കാലഘട്ടങ്ങളിൽ നടക്കേണ്ടതായ കാര്യങ്ങളാണെന്നൊന്നും ഇവർക്കന്ന് തരംതിരിച്ച് മനസ്സിലാക്കാനൊന്നും അറിയില്ല. ഇളകാത്ത രാജ്യം എന്ന് പറഞ്ഞാൽ 1000 ആണ്ട് വാഴ്ചയെക്കുറിച്ചാണ്. അത് വേണമെങ്കിൽ നമുക്ക് പുതിയ ഭൂമിയെക്കുറിച്ചും പറയാം. ഓക്കെ, പുതിയ ഭൂമിയെക്കുറിച്ചും പറയാം. എന്നാൽ ദൈവം ശില്പിയായി നിർമ്മിച്ച പട്ടണം എപ്പോഴാണ് ഇറങ്ങി വരുന്നത്? 1000 ആണ്ട് വാഴ്ച കഴിഞ്ഞിട്ട് പുതിയ ഭൂമിയിലേക്കാണ് ദൈവം ശില്പിയായി നിർമ്മിച്ച പട്ടണം ഇറങ്ങി വരുന്നത്. പക്ഷേ ഇവരിതിനെല്ലാം ഒരൊറ്റ വീക്ഷണത്തിലൂടെയാണ് കാണുന്നത്. അതായത് ഇളകാത്ത രാജ്യം, ദൈവം ശില്പിയായി നിർമ്മിച്ച പട്ടണം, ഇതെല്ലാം ഒന്നിച്ച് വരുന്ന പോലെ അവർക്ക് അത്രയേ അത് മനസ്സിലായിട്ടുള്ളൂ. പക്ഷേ നമുക്കിന്ന് വെളിപ്പാട് പുസ്തകം വായിക്കുമ്പോൾ ഇതിൻ്റെയൊക്കെ കാലഘട്ടങ്ങൾക്ക് വ്യത്യാസങ്ങളുണ്ടെന്ന് നമുക്ക് മനസ്സിലാവും. ഓക്കെ, അത് മനസ്സിലായി. അപ്പോൾ അവർക്ക് വാഗ്ദത്ത നിവൃത്തി പ്രാപിക്കാൻ പറ്റിയില്ല. നമ്മളിത് ഇപ്പം തന്നെ അങ്ങോട്ട് കടക്കാൻ പോവുക. കർത്താവ് ഇപ്പോൾ വരും, ഉടനെ വരും. ആ പ്രതീക്ഷയിലിരിക്കുന്ന എബ്രായർക്കായി ഈ ലേഖനം എഴുതുന്ന വ്യക്തിയും പറയുന്നത് കർത്താവ് വരാൻ ഇനി ഒട്ടും താമസമില്ലെന്നാണ്. ഈ 2000 വർഷം കഴിയുമെന്നൊന്നും അവർക്ക് അന്ന് അറിയില്ല. അത് നിങ്ങൾ മനസ്സിലാക്കണം. അപ്പോൾ എന്തായിരുന്നു ആ വാഗ്ദത്ത നിവൃത്തി എന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ? 1 ഇളകാത്ത രാജ്യം, 2 ദൈവം ശില്പിയായി നിർമ്മിച്ച പട്ടണം. ഇത് രണ്ടുമായിരുന്നു ആ വാഗ്ദത്തം. അവർ പ്രാപിച്ചില്ല, ആ വാഗ്ദത്ത നിവൃത്തി പ്രാപിച്ചില്ല എന്ന് പറഞ്ഞു. 40-ാം വാക്യമാണല്ലോ നമ്മുടെ മുഖ്യ വിഷയം. 40-ാം വാക്യം, അവർ നമ്മെ കൂടാതെ രക്ഷാപൂർത്തി പ്രാപിക്കാതിരിക്കേണ്ടതിന് ദൈവം നമുക്ക് വേണ്ടി ഏറ്റവും നല്ലതൊന്ന് മുൻകരുതി. അവർ നമ്മെ കൂടാതെ ആരാ? പഴയ നിയമവിശുദ്ധന്മാർ. ഈ പുതിയ നിയമ കർത്താവായി യേശു ക്രിസ്തുവിനെ കണ്ട് വിശ്വസിച്ചായിരിക്കുന്ന, അല്ലെങ്കിൽ 12 അപ്പോസ്തലന്മാരുടെ ശുശ്രൂഷയാൽ വിശ്വസിച്ചവരായിരിക്കുന്ന ഈ യഹൂദന്മാരെ കൂടാതെ അവരെ കൂടാതെ മറ്റവർക്ക് വാഗ്ദത്ത നിവൃത്തി അല്ലെങ്കിൽ രക്ഷാപൂർത്തി സംഭവിക്കാതിരിക്കാൻ ദൈവം കർത്താവായി യേശുവിനെ കണ്ട് വിശ്വസിച്ചായിരിക്കുന്ന, അല്ലെങ്കിൽ 12 അപ്പോസ്തലന്മാരുടെ പ്രസംഗത്താൽ വിശ്വസിച്ചവരായിരിക്കുന്ന, കർത്താവ് പോയിട്ട് ഉടനെ വരുമെന്ന് പറഞ്ഞ് കാത്തിരിക്കുന്ന ആ വിശ്വാസികൾക്ക് അവരെ കൂടാതെ അവർക്കാണ് ഏറ്റവും വലിയ ഭാഗ്യപദവി കിട്ടുന്നത്. ഭാഗ്യപദവി എന്താണെന്ന് ഞാൻ പറഞ്ഞല്ലോ. അവരാ മണവാട്ടി, മറ്റേ യഹൂദന്മാരല്ല മണവാട്ടി, ഇവരാ മണവാട്ടി. ഏറ്റവും വലിയ ഭാഗ്യം അത് തന്നെയല്ല. അവർ കാത്തിരുന്ന രാജ്യം അവർക്ക് കൈപ്പിടിയിൽ ഒതുക്കാൻ പറ്റിയില്ല. അവരതിലേക്ക് കടക്കും, വേറെ കാര്യം. എന്നാൽ അവർക്ക് കൈപ്പിടിയിൽ ഒതുക്കാൻ പറ്റില്ല. എന്നാൽ ഇവരിപ്പോൾ എന്ത് ചെയ്യാൻ പോവുക? ഈ എബ്രായ വിശ്വാസികൾ എന്ത് ചെയ്യാൻ പോവുക? കൈപ്പിടിയിൽ ഒതുങ്ങി അതിലേക്ക് കടക്കാനായിട്ട്, കാലെടുത്ത് വെക്കാനായിട്ട് പോവുകയാണ്. അതാണ് ഇവിടെ പറഞ്ഞത്, അവർ നമ്മെ കൂടാതെ രക്ഷാപൂർത്തി പ്രാപിക്കാതിരിക്കേണ്ടതിന് ദൈവം നമുക്ക് വേണ്ടി ഏറ്റവും നല്ലതെന്ന് മുൻകരുതി എന്ന് എഴുതിയിരിക്കുന്നത്. ഈ പറയുന്ന കന്യാമാരുടെ ഭാഗ്യം, അല്ലെങ്കിൽ ഈ പറയുന്ന മണവാട്ടിയുടെ ഭാഗ്യമൊന്നും, അത്രയും വലിയ ഭാഗ്യമൊന്നും പഴയ വിശുദ്ധന്മാർക്ക് ഇല്ല കേട്ടോ. അതുകൊണ്ടാണ് നമ്മുടെ കർത്താവ് പറഞ്ഞത്, യോഹന്നാൻ സ്ത്രീകളിൽ നിന്ന് ജനിച്ചവരിൽ ഏറ്റവും വലിയവനാണ്. സംഭവം ശരിയാണ്. പക്ഷേ സ്വർഗരാജ്യത്തിൽ ഏറ്റവും ചെറിയവൻ അവനേക്കാൾ വലിയവനാന്ന് പറഞ്ഞാൽ ഇവരുടെ ഒരു ഭയങ്കര ഭാഗ്യമാണെന്നേ. ഭയങ്കരം എന്നൊക്കെ പറയാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. അത്രയ്ക്ക് അനുഗ്രഹീതമായിരിക്കുന്ന ഭാഗ്യമാണെന്നേ. മണവാട്ടി അംഗങ്ങൾ എന്ന് പറയുന്നത് ആ യഹൂദ കൂട്ടമാണ്, അല്ലാതെ പഴയ നിയമ വിശുദ്ധന്മാരല്ല. അവരുടെ ആ സ്ഥാനം നോക്കിയേ, നിങ്ങളൊന്ന് നോക്കിയേ. വെളിപ്പാട് പുസ്തകം 14-ാം അധ്യായത്തിൽ വായിക്കുന്നതായിരിക്കുന്ന കാര്യം നോക്കിയാൽ, 14-ാം അധ്യായത്തിൻ്റെ 1 മുതലുള്ള വാക്യം. പിന്നെ ഞാൻ സിയോൻ മലയിൽ കുഞ്ഞാടും, അവനോടുകൂടെ നെറ്റിയിൽ അവൻ്റെ നാമവും പിതാവിൻ്റെ നാമവും എഴുതിയിരിക്കുന്ന 144,000 പേരും നിൽക്കുന്നത് കണ്ട്. ഇവരെല്ലാം ഗണത്തിൽപ്പെടുന്ന, ആ മണവാട്ടി അംഗത്തിൽപ്പെടുന്ന.
പെരുവെള്ളത്തിൻ്റെ ഇരച്ചിൽ പോലെയും വലിയൊരു ഇടിമുഴക്കം പോലെയും സ്വർഗത്തിൽ നിന്നൊരു ഘോഷം കേട്ടു. ഞാൻ കേട്ട ഘോഷം വൈണികന്മാർ വീണ മീട്ടുന്നതുപോലെ ആയിരുന്നു. അവർ സിംഹാസനത്തിന് 4 ജീവികൾക്ക് മൂപ്പന്മാർക്ക് മുമ്പാകെ ഒരു പുതിയ പാട്ടുപാടി. ഭൂമിയിൽ നിന്ന് വിലയ്ക്ക് വാങ്ങിയിരുന്ന 144,000 പേർക്കല്ലാതെ ആർക്കും ആ പാട്ട് പഠിപ്പാൻ കഴിഞ്ഞില്ല. എന്ന് പറഞ്ഞാൽ ഈ 144,000 പേരെ തിരഞ്ഞെടുക്കുന്നതൊക്കെ എന്തിനാണെന്നറിയാവോ? ഇതേ 12 അപ്പോസ്തലന്മാർ അന്ന് ചെയ്തില്ലേ? പെന്തക്കോസ്ത് ദിനത്തിൽ പരിശുദ്ധാത്മാവ് വന്നപ്പോൾ പിന്നെ ലോകത്തിലുള്ളായിരിക്കുന്ന യഹൂദന്മാരോടൊക്കെയും സുവിശേഷം പറയാൻ കർത്താവ് ഏൽപ്പിച്ചില്ലേ? യഹൂദിയിലും ശമരിയയിലും ലോകത്തിൻ്റെ അറ്റത്തോളവും പോയി ആ ജനത്തോട് സുവിശേഷം പറയാൻ ഏൽപ്പിച്ചില്ലേ? ആ ദൗത്യം ഈ 1,54,000 പേര് ചെയ്യുന്നത്. ഇവർ ചെയ്യുന്ന ഈ ദൗത്യം കൊണ്ട് എന്ത് സംഭവിക്കുന്നറിയാമോ? മഹാപീഡന കാലഘട്ടത്തിൽ ലോകത്ത് മുഴുവൻ ചിതറിക്കിടക്കുന്നതായിരിക്കുന്ന യഹൂദന്മാരിൽ ബഹുഭൂരിപക്ഷം പേരും എന്ന് പറഞ്ഞാൽ, ഉദാഹരണത്തിന് ഞാൻ പറയാം, 2/3 ഭാഗം യഹൂദൻ മരിച്ചു വീഴും. അതായത് മഹാപീഡന കാലഘട്ടത്തിൽ ബാക്കി ഒരു ഭാഗം. അതിപ്പോൾ ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ 3 കോടി യഹൂദനുണ്ടെങ്കിൽ 1 കോടി യഹൂദൻ 1000 ആണ്ടിലേക്ക് കടക്കും. അതാ എണ്ണിക്കൂടാത്ത മഹാപുരുഷാരം എന്ന് പറഞ്ഞിരിക്കുന്നത്. അവരെക്കുറിച്ച് ഇവിടെ പറയുന്ന 1,54,000 പേരും അവരിലൂടെ കർത്താവായി യേശുവിനെ വിശ്വസിച്ചവരുടെ കൂട്ടം അവിടെ പറയുന്നത്. അവിടെ പറയുകയാണ് അവർ സിംഹാസനത്തിന് 4 ജീവികൾക്ക് മൂപ്പന്മാർക്കും മുമ്പാകെ ഒരു പുതിയ പാട്ട് പാടി ആ വീണ്ടെടുക്കപ്പെട്ടവർ, മഹാപീഡന കാലഘട്ടത്തിൽ വിശ്വസിക്കുന്ന യഹൂദന്മാരുടെ കൂട്ടമാണ് ഇവർ. അവരെ ഭൂമിയിൽ നിന്ന് വിലക്കി വാങ്ങിയിരുന്ന 144,000 പേർക്കല്ലാതെ ആർക്കും ആ പാട്ട് പഠിപ്പാൻ കഴിഞ്ഞില്ല. എന്നിട്ട് അവരെക്കുറിച്ച് പറയുന്ന ഒരു പ്രത്യേകത നിങ്ങൾ നോക്കിയേ. അവർ കന്യകമാരാകയാൽ, ആര്? കർത്താവായി യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ വിശ്വസിച്ച് രക്ഷപ്പെടുന്ന മഹാപീഡനകാല യഹൂദ ജനസമൂഹം. അവർ കന്യകമാരാകയാൽ, സ്ത്രീകളോടുകൂടെ മലിനപ്പെടാത്തവർ. കന്യകമാരെങ്ങനെയാണ്? കന്യകമാരെന്ന് പറഞ്ഞാൽ തന്നെ സ്ത്രീയല്ലേ? അവർ പിന്നെ എങ്ങനെയാണ് സ്ത്രീകളോട് മലിനപ്പെടുന്നത്? ഇതൊക്കെ വേറെ കാര്യം. എന്താണെന്നറിയാമോ? ഇതൊക്കെ പറയുന്നത് ഇവർ കുഞ്ഞാടിനെ കണ്ട് വിശ്വസിച്ചവരാണ്. അവരുടെ കാന്തനെ കണ്ടെത്തിയവരാണ്. അവർ മ്ലേച്ഛ വിഗ്രഹങ്ങളുടെ പുറകെ പോയി മലിനരായവരല്ലെന്നേ പറഞ്ഞതിൻ്റെ അർത്ഥം. അവർ കന്യകമാരാകിയാൽ സ്ത്രീകളോട് കൂടെ മലിനപ്പെടാത്തവർ. കുഞ്ഞാട് പോകുന്നിടത്തൊക്കെയും അവർ അവനെ അനുഗമിക്കുന്നു. അവരെ ദൈവത്തിനും കുഞ്ഞാടിനും ആദ്യഫലമായി. കണ്ടോ? ആദ്യഫലം നമ്മൾ ആദ്യം കണ്ടില്ലേ? ഈ ഗണമാണ് ആദ്യഫലം. അവരെ ദൈവത്തിനും കുഞ്ഞാടിനും ആദ്യഫലമായി മനുഷ്യരുടെ ഇടയിൽ നിന്ന് വീണ്ടെടുത്തിരിക്കുന്നു. ബോഷ്ക്ക് അവരുടെ വായിലുണ്ടായിരുന്നില്ല. അവർ കളങ്കമില്ലാത്തവർ തന്നെ. എന്തൊരു ഭാഗ്യമെന്നൊക്കെ! കുഞ്ഞാട് പോകുന്നിടത്തൊക്കെയും അനുഗമിപ്പാൻ യോഗ്യതയുള്ളത് കുഞ്ഞാടിൻ്റെ കാന്തയ്ക്കാണ്, കുഞ്ഞാടിൻ്റെ മണവാട്ടിക്കാണ്. അതാണ് പഴയ നിയമ വിശുദ്ധന്മാരിൽ നിന്ന് വളരെ വ്യത്യസ്തമായിട്ട് ഈ പറയുന്നതായിരിക്കുന്ന ഈ ഒരു ഗണം കർത്താവായി യേശു ക്രിസ്തു ഭൂമിയിൽ വന്നപ്പോൾ മുതൽ കർത്താവിനെ അംഗീകരിച്ചായിരിക്കുന്ന യഹൂദന്മാരുടെ ഗണം ഭാഗ്യമുള്ള ജനതയെന്ന് പറയുന്നത്. കുഞ്ഞാട് പോകുന്നിടത്തൊക്കെയും പോവും. കാരണം ഭർത്താവ് പോകുന്നിടത്തൊക്കെയും ഭാര്യയ്ക്ക് പോകാമല്ലോ. ഏത് കാര്യത്തിലും അവർക്ക് അധികാരമുണ്ട്, ഏത് കാര്യത്തിലും അവർക്ക് മഹാഭാഗ്യമുണ്ട്. ഈ കാര്യത്തെക്കുറിച്ചാണ് ഇവിടെ പറഞ്ഞത്. അവർ നമ്മെ കൂടാതെ രക്ഷ പൂർത്തി പ്രാപിക്കാതിരിക്കേണ്ടതിന് ദൈവം നമുക്ക് ഏറ്റവും നല്ലതൊന്ന് മുൻകരുതിയിരിക്കുന്നു. പഴയ നിയമവിശുദ്ധന്മാർക്ക് ആ ഭാഗ്യം ലഭിച്ചില്ല. നമുക്ക് വേണ്ടി ഏറ്റവും നല്ലത് എന്ന് പറഞ്ഞാൽ ഭാര്യ പദവി, മണവാട്ടി പദവി, സർവ്വ സ്വാതന്ത്ര്യത്തിൻ്റെ പദവി, കുഞ്ഞാട് പോകുന്നിടത്തൊക്കെ കൂടെ യാത്ര ചെയ്യാനുള്ള പദവി, ആ ഇളകാത്ത രാജ്യം, നിത്യ സൗഭാഗ്യത്തിൻ്റെ രാജ്യം, ഇതെല്ലാം ഇവർക്ക് ലഭിച്ചിരിക്കുന്നതാണ്. നമ്മെ കൂടാതെ രക്ഷ പൂർത്തി പ്രാപിക്കാതിരിക്കേണ്ടതിനെന്നൊക്കെ പറയുമ്പം സാധാരണക്കാരതിനെക്കുറിച്ച് വ്യാഖ്യാനിക്കുക. ഞാൻ പഴയ സഭയിലായിരുന്നപ്പോഴൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. രക്ഷാപൂർത്തി എന്ന് പറഞ്ഞാൽ ശരീരത്തിൻ്റെ വീണ്ടെടുപ്പ്, ശരീരത്തിൻ്റെ രൂപാന്തരീകരണത്തെയാണ് ഈ പറയുന്നതെന്ന്. യഹൂദന്മാർക്ക് ശരീരത്തിൻ്റെ രൂപാന്തരീകരണം അറിയാമോ? സഭയ്ക്ക് അറിയുന്നതായിരിക്കുന്ന കർത്താവ് ഗംഭീര സ്വരത്തോടും പ്രധാന ദൂതൻ്റെ ശബ്ദത്തോടും വരുമ്പോൾ സഭ ഉൽപ്രാവണത്തിലെടുക്കപ്പെടും, ശരീരം രൂപാന്തരപ്പെട്ടെടുക്കപ്പെടും എന്നൊക്കെ നമുക്കല്ലേ അറിയുള്ളൂ. യഹൂദന്മാർക്ക് അത് വല്ലതും പ്രത്യാശയുണ്ടോ? അവർ സ്വർഗമാണോ കാത്തിരിക്കുന്നത്? ആ ശരീരത്തിൻ്റെ രൂപാന്തരമാണ് ഇവിടെ പറഞ്ഞതെന്ന് നിങ്ങൾ സ്ഥാപിച്ചാൽ അവർക്കത് അറിയില്ല, അവരത് മനസ്സിലാക്കിയിട്ടില്ല. അവർക്കറിയാവുന്നതായിരിക്കുന്ന കാര്യമെന്ന് പറയുന്നത് അവരുടെ വാഗ്ദത്ത രാജ്യത്തിലേക്ക് കടക്കുന്ന ഭാഗ്യമാണ്. ആ വാഗ്ദത്ത രാജ്യമാണ് നീ ഇസ്രായേലിന് ഈ കാലത്തിലോ രാജ്യം യഥാസ്ഥാനത്താക്കി കൊടുക്കുന്നത്. നീ എപ്പോൾ രാജാവായിട്ട് വരും? ഇത് അവരുടെ പ്രതീക്ഷ. നീ എപ്പോഴാണ് ഞങ്ങൾക്ക് ഭൂമി അവകാശമായിട്ട് തരുന്നത്? അതിലേക്ക് കടക്കുന്നതിൽ അതിശ്രേഷ്ഠ സ്ഥാനം വഹിക്കുന്ന ജനത
ഈ കർത്താവായ യേശു ക്രിസ്തു ഭൂമിയിൽ വന്നപ്പോൾ മുതലുള്ളായിരിക്കുന്ന കർത്താവിനെ വിശ്വസിച്ച യഹൂദന്മാരുടെ ഗണമാണ്. ആ ഗണത്തിലേക്ക് ഇനി വരാനിരിക്കുന്ന മഹാപീഡനത്തിൽ വിശ്വസിക്കുന്നവരുടെ കൂട്ടം കൂടെ ചേരും. അവരാണ് മണവാട്ടി. അവരാണ് മറ്റവരെക്കാൾ, പഴയ നിയമ വിശുദ്ധന്മാരെക്കാൾ ഉന്നതമായിരിക്കുന്ന സ്ഥാനം വഹിക്കുന്നവർ, അധികാരം പങ്കിടുന്നവർ. മണവാട്ടി അവരാണ്. മറ്റവരെല്ലാം മണവാളൻ്റെ തോഴ്മക്കാരാണ്. മറ്റവരെല്ലാം കല്യാണത്തിന് ക്ഷണിക്കപ്പെട്ടവർ മാത്രമാണ്. എന്നാൽ ഇവർ അവരെക്കാളും ഭാഗ്യമേറിയവരാണ്. അബ്രഹാമിനേക്കാളും ഏറിയവരാണ് ഇവരെന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ എന്നെ ചിലപ്പം അവമാനിച്ചേക്കാം. യോഹന്നാൻ സ്നാപനേക്കാളും ഭാഗ്യമേറിയവരാണ് സ്വർഗ്ഗത്തിലെ ഏറ്റവും ചെറിയൊന്ന് കർത്താവ് പറഞ്ഞില്ലേ? അവന് എനിക്ക് പറയാൻ പാടില്ല. ഈ അബ്രഹാം, ഇസാക്ക്, യാക്കോബ് ഇവരെക്കാളും ഒക്കെ ഭാഗ്യമേറിയവരാണ് ഈ സ്വർഗരാജ്യത്തിലേക്ക് പ്രവേശിക്കുന്ന ഈ മണവാട്ടി സഭയിലെ അംഗങ്ങൾ. 1000 ആണ്ട് ക്രിസ്തുവിനോട് കൂടെ വാഴുന്നത് അവരാണ് വാഴുന്നത്. അതാണ് അവർ നമ്മെ കൂടാതെ രക്ഷാപൂർത്തി പ്രാപിക്കുക. ആ രക്ഷയല്ലാതെ, രക്ഷാപൂർത്തി എന്ന് പറഞ്ഞാൽ ശരീരത്തിൻ്റെ വീണ്ടെടുപ്പല്ല. അത് യഹൂദന്മാർക്ക് അറിയില്ല. ശരീരം രൂപാന്തരപ്പെട്ട് ഒരു പുതിയ ശരീരം പ്രാപിക്കുക, ഇതൊന്നും അവർക്കറിയില്ല. മരിച്ചിട്ട് ഉയർത്തെഴുന്നേൽപ്പുണ്ടെന്ന് അവർക്കറിയാം എന്നുള്ളതല്ലാതെ ഇവർക്കൊരു പുതിയ ശരീരം കിട്ടുമെന്നുള്ള കാര്യമൊന്നും അവർക്ക് അറിഞ്ഞുകൂടാ പ്രിയമുള്ളവരെ. അപ്പോൾ നിങ്ങൾക്ക് ഇത്രയും കാര്യങ്ങൾ മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. എന്താണ് ഈ വാക്യത്തിൻ്റെ അർത്ഥം എന്ന് നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇത് തരംതിരിച്ച് തന്നെ മനസ്സിലാക്കണം. യഹൂദനോട് പറഞ്ഞിരിക്കുന്ന കാര്യമാണ്. എബ്രായലേഖന യഹൂദൻ എഴുതിയതാണ്. ഞാനിനി അധികം വിശദീകരിക്കുന്നില്ല. ദൈവം എൻ്റെ കേൾവിക്കാരെ അവരെയും സഹായിക്കട്ടെ. അവരാരാണ്? പഴയ നിയമവിശുദ്ധന്മാർ. നമ്മളാരാണ്? നമ്മളെന്ന് ഇവിടെ പറഞ്ഞിരിക്കുന്നത്, ഈ നമ്മളെക്കുറിച്ചല്ല പറഞ്ഞത്, നമ്മളെന്ന് ഇവിടെ പറഞ്ഞിരിക്കുന്ന ആരാണ്? യേശു ക്രിസ്തു വന്നപ്പോൾ മുതൽ കർത്താവിനെ മശിയായിട്ട് അംഗീകരിച്ച യഹൂദന്മാരുടെ കൂട്ടം, ലിറ്റിൽ ഫ്ലോക്ക്, ചെറിയ കൂട്ടം. ആ ലിറ്റിൽ ഫ്ലോക്കും മഹാപീഡനകാല വിശുദ്ധന്മാരായിരിക്കുന്ന യഹൂദന്മാരുടെ കൂട്ടവും എല്ലാം കൂടി ചേരുന്ന അവരാണ് നമ്മൾ. രക്ഷാപൂർത്തി എന്ന് പറഞ്ഞാൽ എന്താണ്? അവരെക്കാൾ വലിയ സ്ഥാനത്തിന് ഇവർ അർഹരാണ്. അവരെക്കാൾ, ഇത് പഴയ നിയമ വിശുദ്ധന്മാരെക്കാൾ വലിയ സ്ഥാനത്തിന്, മണവാട്ടി എന്നുള്ള അംഗീകാരത്തിന് ഇവരാണ് യോഗ്യരായി തീർന്നത്. യഹൂദന്മാരെ പണ്ടങ്ങനെ വിളിച്ചിരുന്നെങ്കിലും ദൈവം താൽക്കാലികമായിട്ട് അത് നിർത്തിവെച്ചിട്ട് ഇവർക്ക് അതിനുള്ളായിരിക്കുന്ന ഭാഗ്യ പദവി കൊടുത്തു എന്നുള്ളതാണ്. ഇവർ ഇളകാത്ത രാജ്യത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഇവർ വാഗ്ദത്ത രാജ്യത്തിൻ്റെ, അല്ലെങ്കിൽ വാഗ്ദത്ത പുതിയ പട്ടണത്തിൻ്റെ അവകാശത്തിലേക്ക് കടക്കുകയാണ്. ഇതിലൊക്കെയും പഴയ നിയമ വിശുദ്ധന്മാരും ഉണ്ട് കേട്ടോ, അത് തള്ളിക്കളയരുത്. പക്ഷേ സ്ഥാനം വേറെയാണ്. ഏതാ? 1000 ആണ്ടിലും കർത്താവ് വരുമ്പോൾ പഴയ വിശുദ്ധന്മാരെല്ലാം ഉയർത്തി നിൽക്കും. കർത്താവിനോട് കൂടെ അവരും ഉണ്ട്. പഴയ വിശുദ്ധന്മാരെല്ലാവരും ഉണ്ട് കർത്താവിനോട് കൂടെ. എന്നാൽ സ്ഥാനം വേറെയാണ്. പിന്നെ അതുപോലെ തന്നെ പുത്തനെരിശിലേമിലും കർത്താവിനോട് കൂടെ അവരെല്ലാവരും ഉണ്ട്. അതിൻ്റെ പേരുകൾ ആരുടെയാണ്? 12 അടിസ്ഥാനങ്ങൾ, 12 ഗോത്രപിതാക്കന്മാരുടെ പേരാണ്. 12 ഗോപുരങ്ങളിൽ 12 അപ്പോസ്തലന്മാരുടെ പേരാണ്. അപ്പോൾ അവരില്ലേ? അവരും ഉണ്ട്. പക്ഷേ സ്ഥാനം വേറെയാണ്. ഈ മണവാട്ടി എന്ന് പറയുന്നതായിരിക്കുന്ന സ്ഥാനം വേറെയാണ്. ഈ മണവാട്ടി അംഗങ്ങളാണ് കുഞ്ഞാട് പോകുന്നിടത്തൊക്കെ യാത്ര ചെയ്യുന്നത്. അവർ കന്യകമാരായതുകൊണ്ട് അവർ ഭാഗ്യമുള്ളവരാണ്, അവർ മലിനപ്പെടാത്തവരാണ്. അപ്പോൾ അതാണ് നമ്മെ കൂടാതെ രക്ഷാപൂർത്തി പ്രാപിക്കാതിരിക്കേണ്ടതിന് നമുക്ക് വേണ്ടി ഏറ്റവും നല്ലതൊന്ന് മുൻകരുതിയിരിക്കുന്നു എന്ന വാക്കിൻ്റെ അർത്ഥം അതാണ്. ദൈവം നിങ്ങളെ അവരെയും സഹായിക്കട്ടെ. കാര്യം മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. യേശുക്രിസ്തുവിൻ്റെ നാമത്തിന് മഹത്വം ഉണ്ടാകുമാറാകട്ടെ. ആമേൻ.